وما أبرئ نفسي إن النفس لأمارة بالسوء إلا ما رحم ربي إن ربي غفور رحيم. ഞാൻ എന്റെ മനസ്സ് കുറ്റമറ്റതാണെന്ന് അവകാശപ്പെടുന്നില്ല. തീർച്ചയായും മനുഷ്യ മനസ്സ് തിന്മയ്ക്ക് പ്രേരിപ്പിക്കുന്നത് തന്നെ. എന്റെ നാഥൻ അനുഗ്രഹിച്ചവരുടേതൊഴികെ. എന്റെ നാഥൻ ഏറെ പൊറുക്കുന്നവനും പരമദയാലുവുമാണ് തീർച്ച. وقال الملك ائتوني به أستخلصه لنفسي فلما كلمه قال إنك اليوم لدينا مكين أمين. രാജാവ് കൽപ്പിച്ചു, നിങ്ങൾ അദ്ദേഹത്തെ എന്റെ അടുത്തെത്തിക്കുക. ഞാൻ അദ്ദേഹത്തെ എന്റെ പ്രത്യേകക്കാരനായി സ്വീകരിക്കട്ടെ. അങ്ങനെ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ രാജാവ് പറഞ്ഞു, താങ്കൾ ഇന്ന് നമ്മുടെ അടുത്ത് ഉന്നതസ്ഥാനീയനാണ്, നമ്മുടെ വിശ്വസ്തനും. قال اجعلني على خزائن الأرض إني حفيظ عليم. യൂസഫ് പറഞ്ഞു, രാജ്യത്തെ ഖജനാവുകളുടെ ചുമതല എന്നെ ഏൽപ്പിക്കുക. തീർച്ചയായും ഞാനത് പരിരക്ഷിക്കുന്നവനും അതിനാവശ്യമായ അറിവുള്ളവനുമാണ്. وكذلك مكنا ليوسف في الأرض يتبوأ منها حيث يشاء نصيب برحمتنا من نشاء ولا نضيع أجر المحسنين. അவ்വിധം നാം യൂസഫിന് അന്നാട്ടിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നിടമെല്ലാം അധികാരം ഉപയോഗിക്കാൻ കഴിയുമാറ് സൗകര്യം ചെയ്തു കൊടുത്തു. നാം ഉദ്ദേശിക്കുന്നവർക്ക് നമ്മുടെ കാരുണ്യം നൽകുന്നു. സൽക്കർമ്മികൾക്കുള്ള പ്രതിഫലം നാം ഒട്ടും പാഴാക്കുകയില്ല. وَلَأَجْرُ الْآخِرَةِ خَيْرٌ لِّلَّذِينَ آمَنُوا وَكَانُوا يَتَّقُونَ. എന്നാൽ സത്യവിശ്വാസം സ്വീകരിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നവർക്ക് പരലോകത്തെ പ്രതിഫലമാണ് ഉത്തമം. وَجَاءَ إِخْوَةُ يُوسُفَ فَدَخَلُوا عَلَيْهِ فَعَرَفَهُمْ وَهُمْ لَهُ مُنكِرُونَ. യൂസഫിന്റെ സഹോദരന്മാർ വന്നു, അവർ അദ്ദേഹത്തിന്റെ അടുത്തെത്തി. അപ്പോൾ അദ്ദേഹം അവരെ തിരിച്ചറിഞ്ഞു, എന്നാൽ അവർക്ക് അദ്ദേഹത്തെ മനസ്സിലായില്ല. وَلَمَّا جَهَّزَهُم بِجَهَازِهِمْ قَالَ ائْتُونِي بِأَخٍ لَّكُم مِّنْ أَبِيكُمْ أَلَا تَرَوْنَ أَنِّي أُوفِي الْكَيْلَ وَأَنَا خَيْرُ الْمُنزِلِينَ. അദ്ദേഹം അവർക്കാവശ്യമായ ചരക്കുകൾ ഒരുക്കിക്കൊടുത്തു. എന്നിട്ടിങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ പിതാവത്വ സഹോദരനെ എന്റെ അടുത്തു കൊണ്ടുവരണം. ഞാൻ അളവിൽ തികവ് വരുത്തുന്നതും ഏറ്റവും നല്ല നിലയിൽ ആതിഥ്യമരുളുന്നതും നിങ്ങൾ കാണുന്നില്ലേ? فَإِن لَّمْ تَأْتُونِي بِهِ فَلَا كَيْلَ لَكُمْ عِندِي وَلَا تَقْرَبُونَ. നിങ്ങൾ അവനെ എന്റെ അടുത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങൾക്കിനി ഇവിടെ നിന്ന് ധാന്യം അളന്നു തരുന്നതല്ല. നിങ്ങൾ എന്റെ അടുത്ത് വരികയും വേണ്ട. قالوا سنراود عنه أباه وإنا لفاعلون. അവർ പറഞ്ഞു, അവന്റെ കാര്യത്തിൽ പിതാവിനെ സമ്മതിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം. തീർച്ചയായും ഞങ്ങൾ അങ്ങനെ ചെയ്യാം. وقال لفتيانه اجعلوا بضاعتهم في رحالهم لعلهم يعرفونها إذا انقلبوا إلى أهلهم لعلهم يرجعون. യൂസഫ് തന്റെ ഭൃത്യന്മാരോട് പറഞ്ഞു, അവർ പകരം തന്ന ചരക്കുകൾ അവരുടെ ഭാണ്ഡങ്ങളിൽ തന്നെ വെച്ചേക്കുക. അവർ തങ്ങളുടെ കുടുംബത്തിൽ തിരിച്ചെത്തിയാൽ അത് തിരിച്ചറിഞ്ഞുകൊള്ളും.
അവർ വീണ്ടും വന്നേക്കും. فلما رجعوا إلى أبيهم قالوا يا أبانا منع منا الكيل فأرسل معنا أخانا نكتل وإنا له لحافظون. അവർ തങ്ങളുടെ പിതാവിന്റെ അടുത്ത് മടങ്ങിയെത്തിയപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് അളന്നു കിട്ടുന്നത് തടയപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഞങ്ങളോടൊത്ത് ഞങ്ങളുടെ സഹോദരനെ കൂടി അയച്ചു തരിക. എങ്കിൽ ഞങ്ങൾക്ക് ധാന്യം അളന്നു കിട്ടും. തീർച്ചയായും ഞങ്ങൾ അവനെ വേണ്ട പോലെ കാത്തുരക്ഷിക്കും. قال هل آمنكم عليه إلا كما أمنتكم على أخيه من قبل فالله خير حافظا وهو أرحم الراحمين. പിതാവ് പറഞ്ഞു, അവന്റെ കാര്യത്തിൽ എനിക്ക് നിങ്ങളെ വിശ്വസിക്കാനാവുമോ? നേരത്തെ അവന്റെ സഹോദരന്റെ കാര്യത്തിൽ നിങ്ങളെ വിശ്വസിച്ച പോലെയല്ലേ ഇതും? അല്ലാഹുവാണ് ഏറ്റവും നല്ല സംരക്ഷകൻ. അവൻ കാരുണ്യകരിൽ പരമകാരുണ്യകനാകുന്നു. ولما فتحوا متاعهم وجدوا بضاعتهم ردت إليهم قالوا يا أبانا ما نبغي هذه بضاعتنا ردت إلينا ونمير أهلنا ونحفظ أخانا ونزداد كيل بعير ذلك كيل يسير. അവർ തങ്ങളുടെ കെട്ടുകൾ തുറന്നു നോക്കിയപ്പോൾ തങ്ങൾ കൊണ്ടുപോയ ചരക്കുകൾ തങ്ങൾക്കു തന്നെ തിരിച്ചു കിട്ടിയതായി കണ്ടു. അപ്പോഴവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാവേ, നമുക്കിനി എന്തു വേണം? നമ്മുടെ ചരക്കുകളിതാ നമുക്ക് തന്നെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഞങ്ങൾ പോയി കുടുംബത്തിനാവശ്യമായ ആഹാര സാധനങ്ങൾ കൊണ്ടുവരാം. ഞങ്ങളുടെ സഹോദരനെ കാത്തുരക്ഷിക്കുകയും ചെയ്യാം. ഒരൊട്ടകത്തിന് ചുമക്കാവുന്ന അത്ര ധാന്യം നമുക്ക് കൂടുതൽ കിട്ടുമല്ലോ. അത്രയും കൂടുതൽ അളന്നു കിട്ടുക എന്നത് വളരെ വേഗം സാധിക്കുന്ന കാര്യമത്രേ. قال لن أرسله معكم حتى تؤتون موثقا من الله لتأتونني به إلا أن يحاط بكم فلما آتوه موثقهم قال الله على ما نقول وكيل. പിതാവ് പറഞ്ഞു, നിങ്ങൾ വല്ല അപകടത്തിലും അകപ്പെട്ടില്ലെങ്കിൽ അവനെ എന്റെ അടുത്ത് തിരിച്ചു കൊണ്ടുവരുമെന്ന് അല്ലാഹുവിന്റെ പേരിൽ നിങ്ങൾ ഉറപ്പു തരും വരെ ഞാൻ അവനെ നിങ്ങളോടൊപ്പം അയക്കുകയില്ല. അങ്ങനെ അവരദ്ദേഹത്തിന് ഉറപ്പു നൽകിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാം ഇപ്പറയുന്നതിന് കാവൽ നിൽക്കുന്നവൻ അല്ലാഹുവാണ്. وقال يا بني لا تدخلوا من باب واحد وادخلوا من أبواب متفرقة وما أغني عنكم من الله من شيء إن الحكم إلا لله عليه توكلت وعليه فليتوكل المتوكلون. അദ്ദേഹം അവരോട് പറഞ്ഞു, എന്റെ മക്കളെ, നിങ്ങൾ ഒരേ വാതിലിലൂടെ പ്രവേശിക്കരുത്, വ്യത്യസ്ത വാതിലുകളിലൂടെ പ്രവേശിക്കുക. അല്ലാഹുവിന്റെ വിധിയിൽ നിന്ന് ഒന്നുപോലും നിങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്താൻ എനിക്കു സാധ്യമല്ല. വിധിനിശ്ചയം അല്ലാഹുവിന്റേത് മാത്രമാണല്ലോ. ഞാനിതാ അവനിൽ ഭരമേൽപ്പിക്കുന്നു. ഭരമേൽപ്പിക്കുന്നവർ അവനിലാണ് ഭരമേൽപ്പിക്കേണ്ടത്. ولما دخلوا من حيث أمرهم أبوهم ما كان يغني عنهم من الله من شيء إلا حاجة في نفس يعقوب قضاها وإنه لذو علم لما علمناه ولكن أكثر
أكثر الناس لا يعلمون. അവരുടെ പിതാവ് കൽപ്പിച്ച പോലെ അവർ പ്രവേശിച്ചപ്പോൾ അല്ലാഹുവിന്റെ വിധിയിൽ നിന്ന് ഒന്നും അവരിൽ നിന്ന് തടഞ്ഞു നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. യാക്കൂബിന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരാഗ്രഹം അദ്ദേഹം പൂർത്തീകരിച്ചുവെന്ന് മാത്രം. നാം പഠിപ്പിച്ചു കൊടുത്തതിനാൽ അദ്ദേഹം അറിവുള്ളവനാണ്. എന്നാൽ മനുഷ്യരിലേറെ പേരും അറിയുന്നില്ല. ولما دخلوا على يوسف آوى إليه أخاه قال إني أنا أخوك فلا تبتئس بما كانوا يعملون. അവർ യൂസുഫിന്റെ സന്നിധിയിൽ പ്രവേശിച്ചപ്പോൾ അദ്ദേഹം തന്റെ സഹോദരനെ അടുത്തുവരുത്തി. എന്നിട്ടവനോട് പറഞ്ഞു, ഞാൻ നിന്റെ സഹോദരനാണ്. ഇവർ ചെയ്തു കൂട്ടിയതിനെക്കുറിച്ചൊന്നും നീ ഇനി ദുഃഖിക്കേണ്ടതില്ല. فلما جهزهم بجهازهم جعل السقاية في رحل أخيه ثم أذن مؤذن أيتها العير إنكم لسارقون. അങ്ങനെ അദ്ദേഹം ചരക്കുകൾ ഒരുക്കിക്കൊടുത്തപ്പോൾ തന്റെ സഹോദരന്റെ ഭാണ്ഡത്തിൽ പാനപാത്രം എടുത്തുവെച്ചു. പിന്നീട് ഒരു വിളംബരക്കാരൻ വിളിച്ചു പറഞ്ഞു, ഹേ യാത്രാസംഘമേ, നിങ്ങൾ കള്ളന്മാരാണ്. قالوا وأقبلوا عليهم ماذا تفقدون. അവരുടെ നേരെ തിരിഞ്ഞ് യാത്രാസംഘം ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്? قالوا نفقد صواع الملك ولمن جاء به حمل بعير وأنا به زعيم. അവർ പറഞ്ഞു, രാജാവിന്റെ പാനപാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് കൊണ്ടുവന്നു തരുന്നവന് ഒരൊട്ടകത്തിന് ചുമക്കാവുന്നത്ര ധാന്യം സമ്മാനമായി കിട്ടും. ഞാനതിന് ബാധ്യസ്ഥനാണ്. قالوا تالله لقد علمتم ما جئنا لنفسد في الأرض وما كنا سارقين. യാത്രാസംഘം പറഞ്ഞു, അല്ലാഹു സത്യം, നിങ്ങൾക്കറിയാമല്ലോ, നാട്ടിൽ നാശമുണ്ടാക്കാൻ വന്നവരല്ല ഞങ്ങൾ കള്ളന്മാരുമല്ല. قالوا فما جزاؤه إن كنتم كاذبين. അവർ ചോദിച്ചു, നിങ്ങൾ കള്ളം പറഞ്ഞവരാണെങ്കിൽ എന്തു ശിക്ഷയാണ് നൽകേണ്ടത്? قالوا جزاؤه من وجد في رحله فهو جزاؤه كذلك نجزي الظالمين. യാത്രാസംഘം പറഞ്ഞു, അതിനുള്ള ശിക്ഷ ഇതാണ്. ആരുടെ ഭാണ്ഡത്തിൽ നിന്നാണോ അത് കണ്ടുകിട്ടുന്നത് അവനെ പിടിച്ചുവെക്കണം. അങ്ങനെയാണ് ഞങ്ങൾ അക്രമികൾക്ക് ശിക്ഷ നൽകാറുള്ളത്. فبدأ بأوعيتهم قبل وعاء أخيه ثم استخرجها من وعاء أخيه كذلك كدنا ليوسف ما كان ليأخذ أخاه في دين الملك إلا أن يشاء الله نرفع درجات من نشاء وفوق كل ذي علم عليم. യൂസഫ് തന്റെ സഹോദരന്റെ ഭാണ്ഡം പരിശോധിക്കുന്നതിന് മുമ്പ് അവരുടെ ഭാണ്ഡങ്ങൾ പരിശോധിക്കാൻ തുടങ്ങി. അവസാനം അത് തന്റെ സഹോദരന്റെ ഭാണ്ഡത്തിൽ നിന്ന് പുറത്തെടുത്തു. അവ്വിധം നാം യൂസഫിനു വേണ്ടി തന്ത്രം പ്രയോഗിച്ചു. അല്ലാഹു ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നെങ്കിലല്ലാതെ
രാജാവിന്റെ നിയമമനുസരിച്ച് യൂസഫിന് തന്റെ സഹോദരനെ പിടിച്ചുവെക്കാൻ സാധിക്കുമായിരുന്നില്ല. നാം ഇച്ഛിക്കുന്നവരെ നാം പല പദവികളിലും ഉയർത്തുന്നു. അറിവുള്ളവർക്കെല്ലാം ഉപരിയായി സർവജ്ഞനായി അല്ലാഹുവുണ്ട്. قالوا إن يسرق فقد سرق أخ له من قبل فأسرها يوسف في نفسه ولم يبدها لهم قال أنتم شر مكانا والله أعلم بما تصفون. സഹോദരന്മാർ പറഞ്ഞു, അവൻ കട്ടുവെങ്കിൽ അവന്റെ സഹോദരനും മുമ്പ് കട്ടിട്ടുണ്ട്. യൂസുഫ് ഇതൊക്കെ തന്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചു. യാഥാർത്ഥ്യം അവരോട് വെളിപ്പെടുത്തിയില്ല. അദ്ദേഹം ഇത്രമാത്രം പറഞ്ഞു, നിങ്ങളുടെ നിലപാട് നന്നേ മോശം തന്നെ. നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതിനെ പറ്റിയൊക്കെ നന്നായി അറിയാവുന്നവനാണ് അല്ലാഹു. قالوا يا أيها العزيز إن له أبا شيخا كبيرا فخذ أحدنا مكانه إنا نراك من المحسنين. അവർ പറഞ്ഞു, പ്രഭോ, ഇവന് വയോവൃദ്ധനായ പിതാവുണ്ട്. അതിനാൽ ഇവന് പകരമായി അങ്ങ് ഞങ്ങളിലാരെയെങ്കിലും പിടിച്ചുവച്ചാലും ഞങ്ങൾ അങ്ങയെ കാണുന്നത് അങ്ങേയറ്റം സന്മനസ്സുള്ളവനായാണ്. قال معاذ الله أن نأخذ إلا من وجدنا متاعنا عنده إنا إذا لظالمون. യൂസുഫ് പറഞ്ഞു, അല്ലാഹുവിൽ ശരണം. നമ്മുടെ സാധനം ആരുടെ കയ്യിലാണോ കണ്ടെത്തിയത് അവനെയല്ലാതെ മറ്റാരെയെങ്കിലും പിടിച്ചുവെക്കുകയോ എങ്കിൽ ഞങ്ങൾ അതിക്രമികളായിത്തീരും. فلما استيئسوا منه خلصوا نجيا قال كبيرهم ألم تعلموا أن أباكم قد أخذ عليكم موثقا من الله ومن قبل ما فرطتم في يوسف فلن أبرح الأرض حتى يأذن لي أبي أو يحكم الله لي وهو خير الحاكمين. സഹോദരനെ സംബന്ധിച്ച് നിരാശരായപ്പോൾ അവർ മാറിയിരുന്ന് കൂടിയാലോചിച്ചു. അവരിലെ മുതിർന്നവൻ പറഞ്ഞു, നിങ്ങൾക്കറിഞ്ഞുകൂടെ, നിങ്ങളുടെ പിതാവ് അല്ലാഹുവിന്റെ പേരിൽ നിങ്ങളോട് ഉറപ്പുവാങ്ങിയ കാര്യം? മുമ്പ് യൂസഫിന്റെ കാര്യത്തിൽ നിങ്ങൾ അക്രമം കാണിച്ചിട്ടുണ്ടെന്നും അതിനാൽ എന്റെ പിതാവ് എനിക്കനുവാദം തരികയോ അല്ലെങ്കിൽ അല്ലാഹു എന്റെ കാര്യം തീരുമാനിക്കുകയോ ചെയ്യും വരെ ഞാൻ ഈ നാട് വിടുകയില്ല. വിധികർത്താക്കളിൽ ഉത്തമൻ അല്ലാഹുവാണല്ലോ. ارجعوا إلى أبيكم فقولوا يا أبانا إن ابنك سرق وما شهدنا إلا بما علمنا وما كنا للغيب حافظين. നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ അടുത്ത് മടങ്ങിച്ചെന്ന് പറയുക, ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മകൻ കളവ് നടത്തി. ഞങ്ങൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചത്. അദൃശ്യകാര്യം ഞങ്ങൾക്ക് അറിയില്ലല്ലോ. واسأل القرية التي كنا فيها والعير التي أقبلنا فيها وإنا لصادقون. ഞങ്ങൾ താമസിച്ചു പോന്ന നാട്ടുകാരോട് ചോദിച്ചു നോക്കുക. ഞങ്ങളോടൊന്നിച്ചുണ്ടായിരുന്ന യാത്രാസംഘത്തോടും അങ്ങേക്ക് അന്വേഷിക്കാം. ഞങ്ങൾ സത്യമേ പറയുന്നുള്ളൂ. قال بل سولت لكم أنفسكم أمرا فصبر جميل
عسى الله أن يأتيني بهم جميعا إنه هو العليم الحكيم. പിതാവ് പറഞ്ഞു, അല്ല, നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ഒരു കാര്യത്തിന് പ്രേരിപ്പിച്ചു. അത് നിങ്ങൾക്ക് ചേതോഹരമായി തോന്നി. അതിനാൽ നന്നായി ക്ഷമിക്കുക തന്നെ. ഒരു വേള അല്ലാഹു അവരെ എല്ലാവരെയും എന്റെ അടുത്തെത്തിച്ചേക്കാം. അവൻ എല്ലാം അറിയുന്നവനും യുക്തിജ്ഞനും തന്നെ. وتولى عنهم وقال يا أسفا على يوسف وابيضت عيناه من الحزن فهو كظيم. അദ്ദേഹം അവരിൽ നിന്ന് പിന്തിരിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു, ഹാ, യൂസുഫിന്റെ കാര്യം എത്ര കഷ്ടം! ദുഃഖം കൊണ്ട് അദ്ദേഹത്തിന്റെ ഇരു കണ്ണുകളും വെളുത്തു വിളറി. അദ്ദേഹം അതീവ ദുഃഖിതനായി. قالوا تالله تفتأ تذكر يوسف حتى تكون حرضا أو تكون من الهالكين. അവർ പറഞ്ഞു, അല്ലാഹു സത്യം, അങ്ങ് യൂസുഫിനെ തന്നെ ഓർത്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങ് പറ്റേ അവശനാവുകയോ ജീവൻ വെടിയുകയോ ചെയ്യുമെന്ന് ഞങ്ങൾ ആശങ്കിക്കുന്നു. قال إنما أشكو بثي وحزني إلى الله وأعلم من الله ما لا تعلمون. അദ്ദേഹം പറഞ്ഞു, എന്റെ വേദനയെയും വ്യസനത്തെയും സംബന്ധിച്ച് ഞാൻ അല്ലാഹുവോട് മാത്രമാണ് ആവലാതിപ്പെടുന്നത്. നിങ്ങൾക്കറിയാത്ത പലതും അല്ലാഹുവിൽ നിന്ന് ഞാൻ അറിയുന്നു. يا بني يذهبوا فتحسسوا من يوسف وأخيه ولا تيأسوا من روح الله إنه لا ييأس من روح الله إلا القوم الكافرون. എന്റെ മക്കളെ, നിങ്ങൾ പോയി യൂസുഫിനെയും അവന്റെ സഹോദരനെയും സംബന്ധിച്ച് അന്വേഷിച്ചു നോക്കുക. അല്ലാഹുവിങ്കൽ നിന്നുള്ള കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശരാവരുത്. സത്യനിഷേധികളായ ജനമല്ലാതെ അല്ലാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശരാവുകയില്ല. فلما دخلوا عليه قالوا يا أيها العزيز مسنا وأهلنا الضر وجئنا ببضاعة مزجاة فأوف لنا الكيل وتصدق علينا إن الله يجزي المتصدقين. അങ്ങനെ അവർ യൂസുഫിന്റെ അടുത്ത് കടന്നു ചെന്നു. അവർ പറഞ്ഞു, പ്രഭോ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും വറുതി ബാധിച്ചിരിക്കുന്നു. താണതരം ചരക്കുമായാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതിനാൽ അങ്ങ് ഞങ്ങൾക്ക് അളവ് പൂർത്തീകരിച്ചു തരണം. ഞങ്ങൾക്ക് ദാനമായും നൽകണം. ധർമ്മിഷ്ഠർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകും, തീർച്ച. قال هل علمتم ما فعلتم بيوسف وأخيه إذ أنتم جاهلون. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അവിവേകികളായിരുന്നപ്പോൾ യൂസുഫിനോടും അവന്റെ സഹോദരനോടും ചെയ്തതെന്താണെന്ന് അറിയാമോ? قالوا أئنك لأنت يوسف قال أنا يوسف وهذا أخي قد من الله علينا إنه من يتق ويصبر فإن الله لا يضيع أجر المحسنين. അവർ ചോദിച്ചു, താങ്കൾ തന്നെയാണോ യൂസുഫ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ തന്നെയാണ് യൂസുഫ്. ഇതെന്റെ സഹോദരൻ. അല്ലാഹു ഞങ്ങളോട് ഔദാര്യം കാണിച്ചിരിക്കുന്നു. ആർ സൂക്ഷ്മത പുലർത്തുകയും ക്ഷമ പാലിക്കുകയും ചെയ്യുന്നുവോ, അത്തരം സദ്വൃത്തരുടെ പ്രതിഫലം അല്ലാഹു നഷ്ടപ്പെടുത്തുകയില്ല, തീർച്ച. قالوا تالله لقد آثرك الله علينا وإن كنا لخاطئين. അവർ പറഞ്ഞു,
അല്ലാഹുവാണ് സത്യം. അല്ലാഹു താങ്കൾക്ക് ഞങ്ങളെക്കാൾ ശ്രേഷ്ഠത കൽപ്പിച്ചിരിക്കുന്നു. തീർച്ചയായും ഞങ്ങൾ തെറ്റുകാരായിരുന്നു. قال لا تثريب عليكم اليوم يغفر الله لكم وهو أرحم الراحمين. അദ്ദേഹം പറഞ്ഞു, ഇന്ന് നിങ്ങൾക്കെതിരെ പ്രതികാരമൊന്നുമില്ല. അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് നൽകട്ടെ. അവൻ കാരുണ്യകരിൽ പരമകാരുണികനല്ലോ. اذهبوا بقميصي هذا فألقوه على وجه أبي يأت بصيرا وأتوني بأهلكم أجمعين. നിങ്ങൾ എന്റെ ഈ കുപ്പായവുമായി പോവുക, എന്നിട്ടത് എന്റെ പിതാവിന്റെ മുഖത്ത് ഇട്ടുകൊടുക്കുക. അപ്പോൾ അദ്ദേഹം കാഴ്ചയുള്ളവനായിത്തീരും. പിന്നെ നിങ്ങൾ നിങ്ങളുടെ എല്ലാ കുടുംബക്കാരെയും കൊണ്ട് എന്റെ അടുത്ത് വരിക. وَلَمَّا فَصَلَتِ الْعِيرُ قَالَ أَبُوهُمْ إِنِّي لَأَجِدُ رِيحَ يُوسُفَ لَوْلَا أَن تُفَنِّدُونِ. യാത്രാസംഘം അവിടം വിട്ടപ്പോൾ അവരുടെ പിതാവ് പറഞ്ഞു, ഉറപ്പായും യൂസഫിന്റെ വാസന ഞാൻ അനുഭവിക്കുന്നു. നിങ്ങൾ എന്നെ ബുദ്ധിഭ്രമം ബാധിച്ചവനായി ആക്ഷേപിക്കുന്നില്ലെങ്കിൽ. قالوا تالله إنك لفي ضلالك القديم. വീട്ടുകാർ പറഞ്ഞു, അല്ലാഹു തന്നെ സത്യം, അങ്ങ് ഇപ്പോഴും അങ്ങയുടെ ആ പഴയ ബുദ്ധിഭ്രമത്തിൽ തന്നെ. فلما أن جاء البشير ألقاه على وجهه فارتد بصيرا قال ألم أقل لكم إني أعلم من الله ما لا تعلمون. പിന്നീട് ശുഭവാർത്ത അറിയിക്കുന്നയാൾ വന്നു. അയാൾ ആ കുപ്പായം അദ്ദേഹത്തിന്റെ മുഖത്തിട്ടുകൊടുത്തു. അദ്ദേഹം കാഴ്ചയുള്ളവനായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, നിങ്ങൾക്കറിയാത്ത പലതും ഞാൻ അല്ലാഹുവിൽ നിന്ന് അറിയുന്നുവെന്ന്. قالوا يا أبانا استغفر لنا ذنوبنا إنا كنا خاطئين. അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പാപമോചനത്തിനായി പ്രാർത്ഥിക്കണമേ. തീർച്ചയായും ഞങ്ങൾ കുറ്റവാളികളായിരുന്നു. قال سوف أستغفر لكم ربي إنه هو الغفور الرحيم. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ നാഥനോട് പാപമോചനത്തിനായി പ്രാർത്ഥിക്കാം. അവൻ ഏറെ പൊറുക്കുന്നവനും പരമദയാലുവും തന്നെ. തീർച്ച. فلما دخلوا على يوسف آوى إليه أبويه وقال ادخلوا مصر إن شاء الله آمنين. പിന്നീട് അവരെല്ലാം യൂസുഫിന്റെ സന്നിധിയിൽ പ്രവേശിച്ചു. യൂസുഫ് തന്റെ മാതാപിതാക്കളെ തന്നിലേക്ക് ചേർത്തു നിർത്തി. അദ്ദേഹം പറഞ്ഞു, വരിക, നിർഭയരായി ഈ പട്ടണത്തിൽ പ്രവേശിച്ചു കൊള്ളുക, അല്ലാഹു ഇച്ഛിക്കുന്നുവെങ്കിൽ. ورفع أبويه على العرش وخروا له سجدا وقال يا أبت هذا تأويل رؤياي من قبل قد جعلها ربي حقا وقد أحسن بي إذ أخرجني من السجن وجاء بكم من البدو من بعد أن نزغ الشيطان بيني وبين إخوتي إن ربي لطيف لما يشاء إنه هو العليم الحكيم. അദ്ദേഹം തന്റെ മാതാപിതാക്കളെ സിംഹാസനത്തിൽ കയറ്റിയിരുത്തി.
അവർ അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രണാമമർപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ പിതാവേ, ഞാൻ പണ്ടു കണ്ട ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണിത്. എന്റെ നാഥൻ അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. എന്നെ തടവറയിൽ നിന്ന് മോചിപ്പിച്ചപ്പോഴും എനിക്കും എന്റെ സഹോദരങ്ങൾക്കുമിടയിൽ പിശാച് അകൽച്ചയുണ്ടാക്കിയ ശേഷം അവൻ നിങ്ങളെയെല്ലാം മരുഭൂമിയിൽ നിന്നിവിടെ കൊണ്ടുവന്നപ്പോഴും അവൻ എന്നോട് വളരെയേറെ ഔദാര്യം കാണിച്ചിരിക്കുന്നു. തീർച്ചയായും എന്റെ നാഥൻ താൻ ഇച്ഛിക്കുന്ന കാര്യങ്ങൾ സൂക്ഷ്മമായി നടപ്പാക്കുന്നവനാണ്. അവൻ എല്ലാം അറിയുന്നവനും യുക്തിജ്ഞനും തന്നെ. رب قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. എന്റെ നാഥ, നീ എനിക്ക് അധികാരം നൽകി, സ്വപ്നകഥകളുടെ വ്യാഖ്യാനം പഠിപ്പിച്ചു. ആകാശഭൂമികളെ പടച്ചവനെ, ഇഹത്തിലും പരത്തിലും നീയാണെന്റെ രക്ഷകൻ. നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണമേ, സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണമേ. ذلك من أنباء الغيب نوحيه إليك وما كنت لديهم إذ أجمعوا أمرهم وهم يمكرون. നബിയേ, ഇക്കഥ അഭൗതിക ജ്ഞാനങ്ങളിൽപ്പെട്ടതാണ്. നാം അത് നിനക്ക് ബോധനമായി നൽകുന്നു. അവർ കൂടിയിരുന്ന് കുതന്ത്രം മെനഞ്ഞ് തങ്ങളുടെ കാര്യം തീരുമാനിച്ചപ്പോൾ നീ അവരുടെ അടുത്തുണ്ടായിരുന്നില്ല. وما أكثر الناس ولو حرصت بمؤمنين. എന്നാൽ നീ എത്ര തന്നെ ആഗ്രഹിച്ചാലും ജനങ്ങളിലേറെ പേരും വിശ്വാസികളാവുകയില്ല. وما تسألهم عليه من أجر إن هو إلا ذكر للعالمين. നീ അവരോട് ഇതിന്റെ പേരിൽ പ്രതിഫലമൊന്നും ചോദിക്കുന്നില്ല. ഇത് ലോകർക്കാകമാനമുള്ള ഒരു ഉദ്ബോധനം മാത്രമാണ്. وكأي من آية في السماوات والأرض يمرون عليها وهم عنها معرضون. ആകാശങ്ങളിലും ഭൂമിയിലും എത്രയെത്ര അടയാളങ്ങളുണ്ട്. ആളുകൾ അവയ്ക്കരികിലൂടെ നടന്നു നീങ്ങുന്നു, എന്നിട്ടും അവരവയെ അപ്പാടെ അവഗണിക്കുകയാണ്. وما يؤمن أكثرهم بالله إلا وهم مشركون. അവരിൽ ഏറെപ്പേരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല, അവനിൽ മറ്റുള്ളവയെ പങ്കുചേർക്കുന്നവരായിക്കൊണ്ടല്ലാതെ. أفأمنوا أن تأتيهم غاشية من عذاب الله أو تأتيهم الساعة بغتة وهم لا يشعرون. അവരെ ആവരണം ചെയ്യുന്ന അല്ലാഹുവിന്റെ ശിക്ഷ അവർക്ക് വന്നെത്തുന്നതിനെ സംബന്ധിച്ച് അവർ നിർഭയരായിരിക്കുകയാണോ? അല്ലെങ്കിൽ അവരോർക്കാത്ത നേരത്ത് പെട്ടെന്ന് അന്ത്യദിനം അവർക്ക് വന്നുപെടുന്നതിനെപ്പറ്റി? قل هذه سبيلي أدعو إلى الله على بصيرة أنا ومن اتبعني وسبحان الله وما أنا من المشركين. പറയുക, ഇതാണെന്റെ വഴി. തികഞ്ഞ ഉൾക്കാഴ്ചയോടെയാണ് ഞാൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നത്, ഞാനും എന്നെ അനുഗമിച്ചവരും. അല്ലാഹു എത്ര പരിശുദ്ധൻ! ഞാൻ അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവരിൽ പെട്ടവനല്ല, തീർച്ച. وما أرسلنا من قبلك إلا رجالا نوحي إليهم من أهل القرى
أفلم يسيروا في الأرض فينظروا كيف كان عاقبة الذين من قبلهم ولدار الآخرة خير للذين اتقوا أفلا تعقلون. ചില പുരുഷന്മാരെയല്ലാതെ നിനക്ക് മുമ്പ് നാം ദൂതന്മാരായി നിയോഗിച്ചിട്ടില്ല. നാം അവർക്ക് ബോധനം നൽകി. അവർ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. എന്നിട്ടും ഇക്കൂട്ടർ ഭൂമിയിൽ സഞ്ചരിച്ചു നോക്കുന്നില്ലേ? അങ്ങനെ അവർക്ക് മുമ്പുണ്ടായിരുന്നവരുടെ ഒടുക്കം എவ்விധമായിരുന്നുവെന്ന് നോക്കിക്കാണുന്നില്ലേ? ഭക്തി പുലർത്തുന്നവർക്ക് കൂടുതൽ ഉത്തമം പരലോകഭവനമാണ്. ഇതൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? حتى إذا استيأس الرسل وظنوا أنهم قد كذبوا جاءهم نصرنا فنجي من نشاء ولا يرد بأسنا عن القوم المجرمين. അങ്ങനെ ആ ദേവദൂതന്മാർ ആശയറ്റവരാവുകയും അവർ തങ്ങളോട് പറഞ്ഞത് കളവാണെന്ന് ജനം കരുതുകയും ചെയ്തപ്പോൾ നമ്മുടെ സഹായം അവർക്ക് വന്നെത്തി. അങ്ങനെ നാം ഇച്ഛിച്ചവർ രക്ഷപ്പെട്ടു. കുറ്റവാളികളായ ജനത്തിൽ നിന്ന് നമ്മുടെ ശിക്ഷ തട്ടിമാറ്റപ്പെടുകയില്ല. لقد كان في قصصهم عبرة لأولي الألباب ما كان حديثا يفترى ولكن تصديق الذي بين يديه وتفصيل كل شيء وهدى ورحمة لقوم يؤمنون. അവരുടെ ഈ കഥകളിൽ ചിന്തിക്കുന്നവർക്ക് തീർച്ചയായും ഗുണപാഠമുണ്ട്. ഇവയൊന്നും കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന വർത്തമാനമല്ല, മറിച്ച് അതിന്റെ മുമ്പുള്ള വേദങ്ങളെ സത്യപ്പെടുത്തുന്നതാണ്. എല്ലാ കാര്യങ്ങൾക്കുമുള്ള വിശദീകരണവുമാണ്. ഒപ്പം വിശ്വസിക്കുന്ന ജനത്തിന് വഴികാട്ടിയും മഹത്തായ അനുഗ്രഹവും. അധ്യായം 13. അർ-റഅദ്. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 43. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അലിഫ് ലാം മീം റാ. തിൽക ആയാതുൽ കിതാബ് والذي أنزل إليك من ربك الحق ولكن أكثر الناس لا يؤمنون. അലിഫ് ലാം മീം റാ. ഇത് ദൈവിക ഗ്രന്ഥത്തിലെ വചനങ്ങളാണ്. നിന്റെ നാഥനിൽ നിന്ന് നിനക്ക് അവതരിച്ചത്. തീർത്തും സത്യമാണിത്. എങ്കിലും ജനങ്ങളിലേറെ പേരും വിശ്വസിക്കുന്നവരല്ല. അല്ലാഹുല്ലദീ റഫഅസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ ثم استوى على العرش وسخر الشمس والقمر كل يجري لأجل مسمى يدبر الأمر يفصل الآيات لعلكم بلقاء ربكم توقنون. നിങ്ങൾ കാണുന്ന താങ്ങൊന്നുമില്ലാതെ ആകാശങ്ങളെ ഉയർത്തി നിർത്തിയവൻ അല്ലാഹുവാണ്. പിന്നെ അവൻ സിംഹാസനസ്ഥനായി. അവൻ സൂര്യചന്ദ്രന്മാരെ അധീനപ്പെടുത്തിയിരിക്കുന്നു. എല്ലാം നിശ്ചിത കാലപരിധിയിൽ ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. ഈ തെളിവുകളെല്ലാം വിവരിച്ചു തരികയും ചെയ്യുന്നു. നിങ്ങളുടെ നാഥനുമായി സന്ധിക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ
ദൃഢബോധ്യമുള്ളവരാകാൻ. وهو الذي مد الأرض وجعل فيها رواسي وأنهارا ومن كل الثمرات جعل فيها زوجين اثنين يغشي الليل النهار إن في ذلك لآيات لقوم يتفكرون. അവനാണ് ഈ ഭൂമിയെ വിശാലമാക്കിയത്. അവനതിൽ നീങ്ങിപ്പോകാത്ത പർവ്വതങ്ങളുണ്ടാക്കി, നദികളും. അവൻ തന്നെ എല്ലാ പഴങ്ങളിലും ഈ 2 ഇണകളെ സൃഷ്ടിച്ചു. അവൻ രാവുകൊണ്ട് പകലിനെ മൂടുന്നു. ചിന്തിക്കുന്ന ജനത്തിന് ഇതിലൊക്കെയും അടയാളങ്ങളുണ്ട്. وفي الأرض قطع متجاورات وجنات من أعناب وزرع ونخيل صنوان وغير صنوان يسقى بماء واحد ونفضل بعضها على بعض في الأكل إن في ذلك لآيات لقوم يعقلون. ഭൂമിയിൽ അടുത്തടുത്തുള്ള ഖണ്ഡങ്ങളുണ്ട്, മുന്തിരിത്തോപ്പുകളുണ്ട്, കൃഷിയുണ്ട്, ഒറ്റയായും കൂട്ടായും വളരുന്ന ഈത്തപ്പനകളുണ്ട്. എല്ലാറ്റിനെയും നനയ്ക്കുന്നത് ഒരേ വെള്ളമാണ്. എന്നിട്ടും ചില പഴങ്ങളുടെ രുചി മറ്റു ചിലതിൻ്റേതിനേക്കാൾ നാം വിശിഷ്ടമാക്കിയിരിക്കുന്നു. ചിന്തിക്കുന്ന ജനത്തിന് ഇതിലൊക്കെയും ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. وَإِن تَعْجَبْ فَعَجَبٌ قَوْلُهُمْ أَإِذَا كُنَّا تُرَابًا أَإِنَّا لَفِي خَلْقٍ جَدِيدٍ أُولَئِكَ الَّذِينَ كَفَرُوا بِرَبِّهِمْ وَأُولَئِكَ الْأَغْلَالُ فِي أَعْنَاقِهِمْ وَأُولَئِكَ أَصْحَابُ النَّارِ هُمْ فِيهَا خَالِدُونَ. നീ അത്ഭുതപ്പെടുന്നുവെങ്കിൽ ജനത്തിന്റെ ഈ വാക്കാണ് ഏറെ അത്ഭുതകരമായിട്ടുള്ളത്. നാം മരിച്ചു മണ്ണായിക്കഴിഞ്ഞാൽ വീണ്ടും പുതുതായി സൃഷ്ടിക്കപ്പെടുമെന്നും അവരാണ് തങ്ങളുടെ നാഥനിൽ അവിശ്വസിച്ചവർ. അവരുടെ കണ്ഠങ്ങളിൽ ചങ്ങലകളുണ്ട്. നരകാവകാശികളും അവർ തന്നെ. അവരതിൽ നിത്യവാസികളായിരിക്കും. وَيَسْتَعْجِلُونَكَ بِالسَّيِّئَةِ قَبْلَ الْحَسَنَةِ وَقَدْ خَلَتْ مِنْ قَبْلِهِمُ الْمَثُلَاتُ وَإِنَّ رَبَّكَ لَذُو مَغْفِرَةٍ لِلنَّاسِ عَلَى ظُلْمِهِمْ وَإِنَّ رَبَّكَ لَشَدِيدُ الْعِقَابِ. ഇക്കൂട്ടർ നിന്നോട് നന്മയ്ക്ക് മുമ്പേ തിന്മയ്ക്കായി തിടുക്കം കൂട്ടുന്നു. എന്നാൽ ഇവർക്കു മുമ്പ് ഗുണപാഠം ഉൾക്കൊള്ളുന്ന ശിക്ഷകൾ എത്രയോ കഴിഞ്ഞു പോയിട്ടുണ്ട്. ജനം അതിക്രമം കാണിച്ചിട്ടും നിന്റെ നാഥൻ അവർക്ക് ഏറെ മാപ്പേകിയിട്ടുമുണ്ട്. നിന്റെ നാഥൻ കഠിനമായി ശിക്ഷിക്കുന്നവനുമാണ്. وَيَقُولُ الَّذِينَ كَفَرُوا لَوْلَا أُنْزِلَ عَلَيْهِ آيَةٌ مِّن رَّبِّهِ إِنَّمَا أَنْتَ مُنذِرٌ وَلِكُلِّ قَوْمٍ هَادٍ. സത്യനിഷേധികൾ ചോദിക്കുന്നു, ഇയാൾക്ക് ഇയാളുടെ നാഥനിൽ നിന്ന് ഒരു ദൃഷ്ടാന്തവും ഇറക്കിക്കിട്ടാത്തതെന്ത്? എന്നാൽ നീ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. എല്ലാ ജനതയ്ക്കുമുണ്ട് ഒരു വഴികാട്ടി. അല്ലാഹു യഅലമു മാ തഹ്മിലു കുല്ലു ഉൻസാ വമാ തഗീദുൽ അർഹാമു വമാ തസ്ദാദ് വകുല്ലു ശൈഇൻ ഇൻദഹു ബിമിഖ്ദാർ.
ഓരോ സ്ത്രീയും ഗർഭാശയത്തിൽ ചുമക്കുന്നതെന്തെന്ന് അല്ലാഹു അറിയുന്നു. ഗർഭാശയങ്ങൾ കുറവ് വരുത്തുന്നതും അധികരിപ്പിക്കുന്നതും അവൻ അറിയാം. എല്ലാ കാര്യങ്ങൾക്കും അവന്റെ അടുത്ത് വ്യക്തമായ വ്യവസ്ഥകളുണ്ട്. ആലിമുൽ ഗൈബി വശ്ശഹാദത്തിൽ കബീറുൽ മുതആൽ. അവൻ ഒളിഞ്ഞതും തെളിഞ്ഞതും അറിയുന്നവനാണ്, മഹാനും ഉന്നതനുമാണ്. സവാഉം മിൻകും മൻ അസറൽ ഖൗല വമൻ ജഹറ ബിഹി വമൻ ഹുവ മുസ്തഖ്ഫിൻ ബില്ലൈൽ ومن هو مستخف بالليل وسارب بالنهار. നിങ്ങളിൽ മെല്ലെ സംസാരിക്കുന്നവനും ഉറക്കെ സംസാരിക്കുന്നവനും രാവിൽ മറഞ്ഞിരിക്കുന്നവനും പകലിൽ ഇറങ്ങി നടക്കുന്നവനുമെല്ലാം അവനെ സംബന്ധിച്ചിടത്തോളം സമമാണ്. له معقبات من بين يديه ومن خلفه يحفظونه من أمر الله إن الله لا يغير ما بقوم حتى يغيروا ما بأنفسهم وإذا أراد الله بقوم سوءا فلا مرد له وما لهم من دونه من وال. എല്ലാ ഓരോ മനുഷ്യന്റെയും മുന്നിലും പിന്നിലും അവനായി നിയോഗിക്കപ്പെട്ട മേൽനോട്ടക്കാരുണ്ട്. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അവരവനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു ഒരു ജനതയുടെയും അവസ്ഥയിൽ മാറ്റം വരുത്തുകയില്ല. അവർ തങ്ങളുടെ സ്ഥിതി സ്വയം മാറ്റും വരെ. എന്നാൽ അല്ലാഹു ഒരു ജനതയ്ക്ക് വല്ല ദുരിതവും വരുത്താനുദ്ദേശിച്ചാൽ ആർക്കും അത് തടുക്കാനാവില്ല. അവനൊഴികെ അവർക്ക് രക്ഷകനുമില്ല. ഹുവല്ലദീ യുരീകുമുൽ ബർഖ ഖൗഫൻ വതമഅൻ വയുൻശിഉസ് സഹാബസ് സിഖാൽ. പേടിയും പ്രതീക്ഷയുമുണ്ടാക്കുന്ന മിന്നൽ പിണർ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അവനാണ്. ജലവാഹിനികളായ കനത്ത കാർമേഘങ്ങളുണ്ടാക്കുന്നതും അവൻ തന്നെ. ويسبح الرعد بحمده والملائكة من خيفته ويرسل الصواعق فيصيب بها من يشاء وهم يجادلون في الله وهو شديد المحال. ഇടിനാദം അവനെ സ്തുതിച്ചുകൊണ്ട് അവന്റെ വിശുദ്ധിയെ വാഴ്ത്തുന്നു. അവനെ സംബന്ധിച്ച ഭയത്താൽ മലക്കുകളും അതുതന്നെ ചെയ്യുന്നു. അവൻ ഘോരഗർജനമുള്ള ഇടിവാളുകളയക്കുന്നു. അങ്ങനെ അവർ അല്ലാഹുവിന്റെ കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കെ അവനുദ്ദേശിക്കുന്നവരിൽ അത് പതിക്കുന്നു. അതിശക്തമായി തന്ത്രം പ്രയോഗിക്കുന്നവനാണവൻ. ലഹു ദഅവത്തുൽ ഹഖ് والذين يدعون من دونه لا يستجيبون لهم بشيء إلا كباسط كفيه إلى الماء ليبلغ فاه وما هو ببالغه وما دعاء الكافرين إلا في ضلال. അവനോടുള്ളത് മാത്രമാണ് യഥാർത്ഥ പ്രാർത്ഥന. അവനെക്കൂടാതെ ഇക്കൂട്ടർ ആരോടൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവോ അവർക്കൊന്നും ഒരുത്തരവും നൽകാനാവില്ല. വെള്ളത്തിലേക്ക് ഇരു കൈകളും നീട്ടി അത് വായിലെത്താൻ കാത്തിരിക്കുന്നവനെപ്പോലെയാണവർ. വെള്ളം അങ്ങോട്ടെത്തുകയില്ലല്ലോ. സത്യനിഷേധികളുടെ പ്രാർത്ഥന പൂർണ്ണമായും പാഴായതുതന്നെ. وَلِلَّهِ يَسْجُدُ مَن فِي السَّمَاوَاتِ وَالْأَرْضِ طَوْعًا وَكَرْهًا وَظِلَالُهُم بِالْغُدُوِّ وَالْآصَالِ. ആകാശഭൂമികളിലുള്ളവരൊക്കെയും ഇഷ്ടത്തോടെയോ നിർബന്ധിതമായോ
സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അല്ലാഹുവിനാണ്. അവരുടെ നിഴലുകൾ പോലും രാവിലെയും വൈകുന്നേരവും അതുതന്നെ ചെയ്യുന്നു. قل من رب السماوات والأرض قل الله قل أفاتخذتم من دونه أولياء لا يملكون لأنفسهم نفعا ولا ضرا قل هل يستوي الأعمى والبصير أم هل تستوي الظلمات والنور أم جعلوا لله شركاء خلقوا كخلقه فتشابه الخلق عليهم قل الله خالق كل شيء وهو الواحد القهار. ചോദിക്കുക, ആരാണ് ആകാശഭൂമികളുടെ നാഥൻ? പറയുക, അല്ലാഹു. അവരോട് പറയുക, എന്നിട്ടും സ്വന്തത്തിനു പോലും ഗുണമോ ദോഷമോ വരുത്താനാവാത്തവരെയാണോ നിങ്ങൾ അല്ലാഹുവെ വിട്ട് രക്ഷാധികാരികളാക്കിയിരിക്കുന്നത്? ചോദിക്കുക, കണ്ണുപൊട്ടനും കാഴ്ചയുള്ളവനും ഒരുപോലെയാണോ? ഇരുളും വെളിച്ചവും സമമാണോ? അതല്ല, അവരുടെ സാങ്കൽപ്പിക സഹദൈവങ്ങൾ അല്ലാഹു സൃഷ്ടിക്കുന്നത് പോലെ തന്നെ സൃഷ്ടി നടത്തുകയും അതു കണ്ട് ഇരുവിഭാഗത്തിന്റെയും സൃഷ്ടികൾ അവർക്ക് തിരിച്ചറിയാതാവുകയുമാണോ ഉണ്ടായത്? പറയുക, എല്ലാ വസ്തുക്കളുടെയും സ്രഷ്ടാവ് അല്ലാഹുവാണ്. അവൻ ഏകനും എല്ലാറ്റിനെയും അതിജയിക്കുന്നവനുമാണ്. أنزل من السماء ماء فسالت أودية بقدرها فاحتمل السيل زبدا رابيا ومما يوقدون عليه في النار ابتغاء حلية أو متاع زبد مثله كذلك يضرب الله الحق والباطل فأما الزبد فيذهب جفاء وأما ما ينفع الناس فيمكث في الأرض كذلك يضرب الله الأمثال. അവൻ മാനത്തുനിന്ന് വെള്ളമിറക്കി, അങ്ങനെ അരുവികളിലൂടെ അവയുടെ വലുപ്പത്തിന്റെ തോതനുസരിച്ച് അതൊഴുകി. ആ പ്രവാഹത്തിന്റെ ഉപരിതലത്തിൽ പതയുണ്ട്. ആഭരണങ്ങളോ ഉപകരണങ്ങളോ ഉണ്ടാക്കാനായി അവർ തീയിലുട്ടുരുക്കുന്നവയിൽ നിന്നും ഇതുപോലുള്ള പതയുണ്ടാകാറുണ്ട്. ഇவ்விധമാണ് അല്ലാഹു സത്യത്തെയും അസത്യത്തെയും ഉപമിക്കുന്നത്. എന്നാൽ ആ പത വറ്റിപ്പോകുന്നു. ജനങ്ങൾക്കുപകരിക്കുന്നത് ഭൂമിയിൽ ബാക്കിയാവുകയും ചെയ്യും. അவ்விധം അല്ലാഹു ഉദാഹരണങ്ങൾ സമർപ്പിക്കുന്നു. للذين استجابوا لربهم الحسنى والذين لم يستجيبوا له لو أن لهم ما في الأرض جميعا ومثله معه لافتدوا به أولئك لهم سوء الحساب ومأواهم جهنم وبئس المهاد. തങ്ങളുടെ നാഥന്റെ ക്ഷണം സ്വീകരിച്ചവർക്ക് എല്ലാ നന്മയുമുണ്ട്. അവന്റെ ക്ഷണം സ്വീകരിക്കാത്തവരോ അവർക്ക് ഭൂമിയിലുള്ള സകലതും അതോടൊപ്പം അത്ര വേറെയും ഉണ്ടായാൽ പോലും ശിക്ഷ ഒഴിവാകാൻ അതൊക്കെയും അവർ പിഴയായി ഒടുക്കുമായിരുന്നു. അവർക്കാണ് കടുത്ത വിചാരണയുള്ളത്. അവരുടെ താവളം നരകമാണ്. എത്ര ചീത്ത സങ്കേതം! أفمن يعلم أنما أنزل إليك من ربك الحق كمن هو أعمى إنما يتذكر أولو الألباب. അപ്പോൾ നിന്റെ നാഥൻ നിനക്കിറക്കിത്തന്നത് സത്യമാണെന്ന് അറിയുന്നവൻ കുരുടനെപ്പോലെയാകുമോ? വിചാരശാലികൾ മാത്രമേ കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുകയുള്ളൂ.
الذين يوفون بعهد الله ولا ينقضون الميثاق. അല്ലാഹുവോടുള്ള വാഗ്ദാനം പൂർണ്ണമായും നിറവേറ്റുന്നവരാണവർ, കരാർ ലംഘിക്കാത്തവരും. والذين يصلون ما أمر الله به أن يوصل ويخشون ربهم ويخافون سوء الحساب. ചേർത്തുവെക്കാൻ അല്ലാഹു കൽപ്പിച്ച ബന്ധങ്ങളെയൊക്കെ കൂട്ടിയിണക്കുന്നവരാണവർ, തങ്ങളുടെ നാഥനെ ഭയപ്പെടുന്നവരും കടുത്ത വിചാരണയെ പേടിക്കുന്നവരുമാണ്. والذين صبروا ابتغاء وجه ربهم وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية ويدرؤون بالحسنة السيئة أولئك لهم عقبى الدار. അവർ തങ്ങളുടെ നാഥന്റെ പ്രീതി കാംക്ഷിച്ച് ക്ഷമ പാലിക്കുന്നവരുമാണ്, നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുന്നവരും നാം നൽകിയ വിഭവങ്ങളിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്നവരുമാണ്, തിന്മയെ നന്മ കൊണ്ട് തടയുന്നവരും. അവർക്കുള്ളതാണ് പരലോക നേട്ടം. جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب. അതായത് സ്ഥിരവാസത്തിനുള്ള സ്വർഗീയാരാമങ്ങൾ, അവരും അവരുടെ മാതാപിതാക്കളിലും ഇണകളിലും മക്കളിലുമുള്ള സദ്വൃത്തരും അതിൽ പ്രവേശിക്കും. മലക്കുകൾ എല്ലാ കവാടങ്ങളിലൂടെയും അവരുടെ അടുത്തെത്തും. സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. മലക്കുകൾ പറയും, നിങ്ങൾ ക്ഷമ പാലിച്ചതിനാൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാവട്ടെ, ആ പരലോക ഭവനം എത്ര അനുഗ്രഹപൂർണം. والذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك لهم اللعنة ولهم سوء الدار. അല്ലാഹുവോടുള്ള കരാർ ഉറപ്പിച്ച ശേഷം ലംഘിക്കുകയും അവൻ കൂട്ടിയിണക്കാൻ കൽപ്പിച്ചവയെ അറുത്തുമാറ്റുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവർക്ക് ശാപം, അവർക്കുണ്ടാവുക ഏറ്റവും ചീത്തയായ പാർപ്പിടമാണ്. الله يبسط الرزق لمن يشاء ويقدر وفرحوا بالحياة الدنيا وما الحياة الدنيا في الآخرة إلا متاع. അല്ലാഹു അവനിച്ഛിക്കുന്നവർക്ക് വിഭവങ്ങൾ സമൃദ്ധമായി നൽകുന്നു, വേറെ ചിലർക്കത് പരിമിതപ്പെടുത്തുന്നു. അവർ ഈ ലോകജീവിതം കൊണ്ടുതന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. എന്നാൽ പരലോകത്തെ അപേക്ഷിച്ച് ഐഹിക ജീവിതം നന്നേ തുച്ഛമായ വിഭവം മാത്രമാണ്. ويقول الذين كفروا لولا أنزل عليه آية من ربه قل إن الله يضل من يشاء ويهدي إليه من أناب. സത്യനിഷേധികൾ പറയുന്നു, ഇയാൾക്ക് എന്തുകൊണ്ടാണ് ഇയാളുടെ നാഥനിൽ നിന്ന് ഒരടയാളവും ഇറക്കിക്കിട്ടാത്തത്? പറയുക, തീർച്ചയായും അല്ലാഹു അവനിച്ഛിക്കുന്നവരെ വഴിക്കേടിലാക്കുന്നു, പശ്ചാത്തപിച്ചു മടങ്ങുന്നവരെ
അവൻ തന്നിലേക്കുള്ള നേർവഴിയിൽ നയിക്കുകയും ചെയ്യുന്നു. الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب. സത്യവിശ്വാസം സ്വീകരിക്കുകയും ദൈവസ്മരണയാൽ മനസ്സുകൾ ശാന്തമാവുകയും ചെയ്യുന്നവരാണവർ. അറിയുക, ദൈവസ്മരണ കൊണ്ട് മാത്രമാണ് മനസ്സുകൾ ശാന്തമാകുന്നത്. الذين آمنوا وعملوا الصالحات طوبى لهم وحسن مآب. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ ഭാഗ്യവാന്മാർ. അവർക്ക് തിരിച്ചെത്താനുള്ളത് ഏറ്റവും മികച്ച താവളം തന്നെ. كذلك أرسلناك في أمة قد خلت من قبلها أمم لتتلو عليهم الذي أوحينا إليك وهم يكفرون بالرحمن قل هو ربي لا إله إلا هو عليه توكلت وإليه متاب. അവ്വിധം നിന്നെ നാം ഒരു സമുദായത്തിലേക്ക് ദൂതനായി നിയോഗിച്ചിരിക്കുന്നു. ഇതിനു മുമ്പും നിരവധി സമുദായങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. നാം നിനക്ക് ബോധനമായി നൽകിയ സന്ദേശം നീ അവർക്ക് ഓതി കേൾപ്പിക്കാൻ വേണ്ടിയാണിത്. അവരോ ദയാപരനായ അല്ലാഹുവെ തള്ളിപ്പറയുന്നു. പറയുക, അവനാണെന്റെ നാഥൻ, അവനല്ലാതെ ദൈവമില്ല. ഞാൻ അവനിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. എന്റെ തിരിച്ചുപോക്കും അവനിലേക്കു തന്നെ. ولو أن قرآنا سيرت به الجبال أو قطعت به الأرض أو كلم به الموتى بل لله الأمر جميعا أفلم ييأس الذين آمنوا أن لو يشاء الله لهدى الناس جميعا ولا يزال الذين كفروا تصيبهم بما صنعوا قارعة أو تحل قريبا من دارهم حتى يأتي وعد الله إن الله لا يخلف الميعاد. പർവ്വതങ്ങളെ ചലിപ്പിക്കുകയോ ഭൂമിയെ തുണ്ടം തുണ്ടമാക്കി മുറിക്കുകയോ മരിച്ചവരോട് സംസാരിക്കുകയോ ചെയ്യാൻ കഴിവുറ്റ ഒരു ഖുർആൻ ഉണ്ടായാൽ പോലും അവരതിൽ വിശ്വസിക്കുമായിരുന്നില്ല. എന്നാൽ കാര്യങ്ങളൊക്കെ അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. സത്യവിശ്വാസികൾ മനസ്സിലാക്കുന്നില്ലേ? അല്ലാഹു ഇച്ഛിച്ചിരുന്നെങ്കിൽ അവൻ മുഴുവൻ മനുഷ്യരെയും നേർവഴിയിലാക്കുമായിരുന്നു. സത്യനിഷേധികൾക്ക് തങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിന്റെ ഫലമായി എന്തെങ്കിലും വിപത്ത് ബാധിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അവരുടെ വീടുകൾക്ക് അടുത്തുതന്നെ ദുരിതം വന്നു പതിക്കും. അല്ലാഹുവിന്റെ വാഗ്ദാനം പുലരും വരെ അല്ലാഹു ഒരിക്കലും വാഗ്ദാനം ലംഘിക്കുകയില്ല. وَلَقَدِ اسْتُهْزِئَ بِرُسُلٍ مِّن قَبْلِكَ فَأَمْلَيْتُ لِلَّذِينَ كَفَرُوا ثُمَّ أَخَذْتُهُمْ فَكَيْفَ كَانَ عِقَابِ. നിനക്ക് മുമ്പും നിരവധി ദൈവദൂതന്മാർ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ നാം സത്യനിഷേധികൾക്ക് അവസരം നീട്ടിക്കൊടുത്തുകൊണ്ടിരുന്നു. പിന്നീട് നാം അവരെ പിടികൂടി. നോക്കൂ എന്റെ ശിക്ഷ എവ്വിധമായിരുന്നുവെന്ന്. أفمن هو قائم على كل نفس بما كسبت
وجعلوا لله شركاء قل سموهم أم تنبئونه بما لا يعلم في الأرض أم بظاهر من القول بل زين للذين كفروا مكرهم وصدوا عن السبيل ومن يضلل الله فما له من هاد. അപ്പോൾ ഓരോ ആത്മാവും സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്നവനോടാണോ ഈ ധിക്കാരം? അവർ അല്ലാഹുവിന് പങ്കാളികളെ ആരോപിച്ചിരിക്കുന്നു. പറയുക, നിങ്ങൾ അവരുടെ പേരുകളൊന്ന് അറിയിച്ചു തരിക. അല്ല, അല്ലാഹുവിന് ഭൂമിയിൽ അറിയാത്ത കാര്യം അറിയിച്ചു കൊടുക്കുകയാണോ നിങ്ങൾ? അതല്ല, തോന്നുന്നതൊക്കെ വിളിച്ചു പറയുകയാണോ? എന്നാൽ വസ്തുത അതൊന്നുമല്ല. സത്യനിഷേധികൾക്ക് അവരുടെ കുതന്ത്രം കൗതുകകരമായി തോന്നിയിരിക്കുന്നു. സത്യപാതയിൽ നിന്ന് അവർ തടയപ്പെടുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹു ആരെയെങ്കിലും ദുർമാർഗത്തിലാക്കുകയാണെങ്കിൽ പിന്നെ അവനെ നേർവഴിയിലാക്കുന്ന ആരുമില്ല. ലഹും അദാബുൻ ഫിൽ ഹയാത്തിദ് ദുനിയാ വലഅദാബുൽ ആഖിറതി അശഖ് വമാ ലഹും മിനല്ലാഹി മിൻ വാഖ്. അവർക്ക് ഐഹിക ജീവിതത്തിൽ അർഹമായ ശിക്ഷയുണ്ട്. പരലോക ശിക്ഷയോ ഏറെ ദുരിതപൂർണവും. അല്ലാഹുവിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ആരുമുണ്ടാവില്ല. മസലുൽ ജന്നത്തില്ലതി വഅദൽ മുത്തഖൂൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഉകുലുഹാ ദായിമു വളില്ലുഹാ തിൽക ഉഖബൽ ലദീന ഇത്തഖൗ വഉഖബൽ കാഫിരീന അന്നാർ. ഭക്തന്മാർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തിന്റെ ഉപമ ഇതാണ്. അതിന്റെ താഴ്ഭാഗത്തൂടെ ആറുകൾ ഒഴുകിക്കൊണ്ടിരിക്കും. അതിലെ കനികളും തണലും ശാശ്വതമായിരിക്കും. ദൈവഭക്തന്മാരുടെ മടക്കം അവിടേക്കാണ്. സത്യനിഷേധികളുടെ ഒടുക്കമോ നരകത്തീയിലും. والذين آتيناهم الكتاب يفرحون بما أنزل إليك ومن الأحزاب من ينكر بعضه قل إنما أمرت أن أعبد الله ولا أشرك به إليه أدعو وإليه مآب. നാം നേരത്തെ വേദപുസ്തകം നൽകിയവർ നിനക്ക് ഇറക്കിയ ഈ ദൈവിക ഗ്രന്ഥത്തിൽ സന്തുഷ്ടരാണ്. എന്നാൽ സഖ്യകക്ഷികളിൽ ചിലർ ഇതിന്റെ ചില ഭാഗങ്ങൾ അംഗീകരിക്കാത്തവരാണ്. പറയുക, ഞാൻ അല്ലാഹുവിന് മാത്രം വഴിപ്പെടാനാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്, അവനിൽ ഒന്നും പങ്കുചേർക്കാതിരിക്കാനും. അതിനാൽ ഞാൻ ക്ഷണിക്കുന്നത് അവനിലേക്കാണ്. എന്റെ മടക്കവും അവങ്കലേക്കു തന്നെ. وكذلك أنزلناه حكما عربيا ولئن اتبعت أهواءهم بعدما جاءك من العلم ما لك من الله من ولي ولا واق. ഇவ்விധം നാം ഇതിനെ ഒരു ന്യായപ്രമാണമായി അറബി ഭാഷയിൽ ഇറക്കിയിരിക്കുന്നു. നിനക്ക് ഈ അറിവ് വന്നെത്തിയ ശേഷവും നീ അവരുടെ ഇച്ഛകളെ പിൻപറ്റുകയാണെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നിന്നെ കാക്കുന്ന ഒരു രക്ഷകനോ കാവൽക്കാരനോ നിനക്കുണ്ടാവില്ല. وَلَقَدْ أَرْسَلْنَا رُسُلًا مِّن قَبْلِكَ وَجَعَلْنَا لَهُمْ أَزْوَاجًا وَذُرِّيَّةً وَمَا كَانَ لِرَسُولٍ أَن يَأْتِيَ بِآيَةٍ إِلَّا بِإِذْنِ اللَّهِ لِكُلِّ أَجَلٍ كِتَابٌ. നിനക്ക് മുമ്പും നാം ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്.
അവർക്കു നാം ഇണകളെയും സന്താനങ്ങളെയും നൽകിയിട്ടുമുണ്ട്. ഒരു ദൈവദൂതനും അല്ലാഹുവിന്റെ അനുമതിയോടെയല്ലാതെ ഒരു ദൃഷ്ടാന്തവും കൊണ്ടുവരാനാവില്ല. എല്ലാ കാലഘട്ടത്തിനും ഒരു പ്രമാണമുണ്ട്. يمحو الله ما يشاء ويثبت وعنده أم الكتاب. അല്ലാഹു അവനിച്ഛിക്കുന്നതിനെ മായ്ച്ചു കളയുന്നു, അവനിച്ഛിക്കുന്നത് നിലനിർത്തുകയും ചെയ്യുന്നു. എല്ലാറ്റിനും ആധാരമായ മൂലപ്രമാണം അവന്റെ അടുത്താണുള്ളത്. وَإِمَّا نُرِيَنَّكَ بَعْضَ الَّذِي نَعِدُهُمْ أَوْ نَتَوَفَّيَنَّكَ فَإِنَّمَا عَلَيْكَ الْبَلَاغُ وَعَلَيْنَا الْحِسَابُ. അവർക്കു നാം മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്ന ശിക്ഷയിൽ ചിലത് നിനക്കു നാം കാണിച്ചു തന്നേക്കാം. അല്ലെങ്കിൽ അതിനു മുമ്പേ നിന്റെ ജീവിതം നാം അവസാനിപ്പിച്ചേക്കാം. എന്തായാലും നമ്മുടെ സന്ദേശം എത്തിക്കേണ്ട ചുമതല മാത്രമേ നിനക്കുള്ളൂ. കണക്കു നോക്കുന്ന പണി നമ്മുടേതാണ്. أَوَلَمْ يَرَوْا أَنَّا نَأْتِي الْأَرْضَ نَنقُصُهَا مِنْ أَطْرَافِهَا وَاللَّهُ يَحْكُمُ لَا مُعَقِّبَ لِحُكْمِهِ وَهُوَ سَرِيعُ الْحِسَابِ. നാം ഈ ഭൂമിയെ അതിന്റെ നാനാഭാഗത്തു നിന്നും ചുരുക്കിക്കൊണ്ടുവരുന്നത് അവർ കാണുന്നില്ലേ? അല്ലാഹു എല്ലാം തീരുമാനിക്കുന്നു. അവന്റെ തീരുമാനം മാറ്റിമറിക്കാൻ ആരുമില്ല. അവൻ അതിവേഗം കണക്കു നോക്കുന്നവനാണ്. وَقَدْ مَكَرَ الَّذِينَ مِنْ قَبْلِهِمْ فَلِلَّهِ الْمَكْرُ جَمِيعًا يَعْلَمُ مَا تَكْسِبُ كُلُّ نَفْسٍ وَسَيَعْلَمُ الْكُفَّارُ لِمَنْ عُقْبَى الدَّارِ. ഇവർക്ക് മുമ്പുണ്ടായിരുന്നവരും പല തന്ത്രങ്ങളും പയറ്റിയിട്ടുണ്ട്. എന്നാൽ ഫലവത്തായ തന്ത്രങ്ങളൊക്കെയും അല്ലാഹുവിൻ്റെതാണ്. ഓരോ മനുഷ്യനും നേടിക്കൊണ്ടിരിക്കുന്നതെന്തെന്ന് അവൻ നന്നായി അറിയുന്നു. ശോഭനമായ അന്ത്യം ആരുടേതാണെന്ന് ഈ സത്യനിഷേധികൾ അടുത്തുതന്നെ അറിയും. وَيَقُولُ الَّذِينَ كَفَرُوا لَسْتَ مُرْسَلًا قُلْ كَفَى بِاللَّهِ شَهِيدًا بَيْنِي وَبَيْنَكُمْ وَمَنْ عِندَهُ عِلْمُ الْكِتَابِ. സത്യനിഷേധികൾ പറയുന്നു, നിന്നെ ദൈവം അയച്ചതല്ലെന്ന്. പറയുക, എനിക്കും നിങ്ങൾക്കുമിടയിൽ സാക്ഷിയായി അല്ലാഹു മതി, വേദവിജ്ഞാനമുള്ളവരും. അധ്യായം 14. ഇബ്രാഹിം. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 52. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അലിഫ് ലാം റാ. كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور بإذن ربهم إلى صراط العزيز الحميد. അലിഫ് ലാം റാ. ഇത് നാം നിനക്കിറക്കിയ വേദപുസ്തകമാണ്. ജനങ്ങളെ അവരുടെ നാഥന്റെ അനുമതിയോടെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ, പ്രതാപിയും സ്തുത്യർഹനുമായവന്റെ മാർഗത്തിലേക്ക്. അല്ലാഹില്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വവൈലുൽ ലിൽ കാഫിരീന മിൻ അദാബിൻ ശദീദ്. ആകാശഭൂമികളിലുള്ളവയുടെയെല്ലാം ഉടമയായ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക്. സത്യനിഷേധികൾക്ക് കഠിന ശിക്ഷയുടെ കൊടും നാശമാണുണ്ടാവുക. الذين يستحبون الحياة الدنيا على الآخرة ويصدون عن سبيل الله ويبغونها عوجا أولئك في ضلال بعيد. പരലോകത്തേക്കാൾ ഇഹലോക ജീവിതത്തെ സ്നേഹിക്കുന്നവരാണവർ. ദൈവമാർഗത്തിൽ നിന്ന് ജനത്തെ തടഞ്ഞു നിർത്തുന്നവരും
ദൈവമാർഗം വികലമാകണമെന്നാഗ്രഹിക്കുന്നവരുമാണ്. അവർ വഴികേടിൽ ഏറെ ദൂരം പിന്നിട്ടിരിക്കുന്നു. وما أرسلنا من رسول إلا بلسان قومه ليبين لهم فيضل الله من يشاء ويهدي من يشاء وهو العزيز الحكيم. നാം നിയോഗിച്ച ഒരു ദൂതനും തന്റെ ജനതയുടെ ഭാഷയിലല്ലാതെ സന്ദേശം നൽകിയിട്ടില്ല. അവർക്കത് വിവരിച്ചു കൊടുക്കാനാണ് അങ്ങനെ ചെയ്തത്. അല്ലാഹു അവനിച്ഛിക്കുന്നവരെ വഴികേടിലാക്കുന്നു, അവനിച്ഛിക്കുന്നവരെ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു. അവൻ ഏറെ പ്രതാപിയും യുക്തിമാനും തന്നെ. وَلَقَدْ أَرْسَلْنَا مُوسَى بِآيَاتِنَا أَنْ أَخْرِجْ قَوْمَكَ مِنَ الظُّلُمَاتِ إِلَى النُّورِ وَذَكِّرْهُم بِأَيَّامِ اللَّهِ إِنَّ فِي ذَلِكَ لَآيَاتٍ لِكُلِّ صَبَّارٍ شَكُورٍ. മൂസയെ നാം നമ്മുടെ വചനങ്ങളുമായി അയച്ചു. നാം പറഞ്ഞു, നീ നിന്റെ ജനത്തെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുക. അല്ലാഹുവിന്റെ സവിശേഷമായ നാളുകളെപ്പറ്റി അവരെ ഓർമ്മിപ്പിക്കുക. തികഞ്ഞ ക്ഷമയുള്ളവർക്കും നിറഞ്ഞ നന്ദിയുള്ളവർക്കും അതിൽ നിരവധി തെളിവുകളുണ്ട്. وَإِذْ قَالَ مُوسَى لِقَوْمِهِ اذْكُرُوا نِعْمَةَ اللَّهِ عَلَيْكُمْ إِذْ أَنْجَاكُمْ مِنْ آلِ فِرْعَوْنَ يَسُومُونَكُمْ سُوءَ الْعَذَابِ وَيُذَبِّحُونَ أَبْنَاءَكُمْ وَيَسْتَحْيُونَ نِسَاءَكُمْ وَفِي ذَلِكُمْ بَلَاءٌ مِّن رَّبِّكُمْ عَظِيمٌ. മൂസ തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം, അല്ലാഹു നിങ്ങൾക്കേകിയ അനുഗ്രഹങ്ങൾ ഓർക്കുക. ഫിർഔന്റെ ആൾക്കാരിൽ നിന്ന് അവൻ നിങ്ങളെ രക്ഷിച്ച കാര്യം. അവർ നിങ്ങളെ കഠിനമായി പീഡിപ്പിക്കുകയായിരുന്നു. നിങ്ങളുടെ ആൺമക്കളെ അറുകൊല നടത്തുകയും പെണ്ണുങ്ങളെ ജീവിക്കാൻ വിടുകയുമായിരുന്നു. നിങ്ങൾക്കതിൽ നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള വമ്പിച്ച പരീക്ഷണമുണ്ട്. وَإِذْ تَأَذَّنَ رَبُّكُمْ لَئِن شَكَرْتُمْ لَأَزِيدَنَّكُمْ وَلَئِن كَفَرْتُمْ إِنَّ عَذَابِي لَشَدِيدٌ. നിങ്ങളുടെ നാഥൻ ഇങ്ങനെ വിളംബരം ചെയ്ത സന്ദർഭം, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ധാരാളമായി നൽകും. അഥവാ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ എന്റെ ശിക്ഷ കടുത്തതായിരിക്കുകയും ചെയ്യും. وقال موسى إن تكفروا أنتم ومن في الأرض جميعا فإن الله لغني حميد. മൂസ പറഞ്ഞു, നിങ്ങളും ഭൂമിയിലുള്ളവരൊക്കെയും സത്യനിഷേധികളായാൽ പോലും അല്ലാഹു തീർത്തും സ്വയം പര്യാപ്തനാണ്, സ്തുത്യർഹനും. ألم يأتكم نبأ الذين من قبلكم قوم نوح وعاد وثمود والذين من بعدهم لا يعلمهم إلا الله جاءتهم رسلهم بالبينات فردوا أيديهم في أفواههم وقالوا إنا كفرنا بما أرسلتم به وإنا لفي شك مما تدعوننا إليه مريب. നിങ്ങളുടെ മുൻഗാമികളുടെ വർത്തമാനം നിങ്ങൾക്ക് വന്നെത്തിയിട്ടില്ലേ? നോഹിന്റെ ജനതയുടെയും ആദ് സമൂദ് ഗോത്രങ്ങളുടെയും അവർക്ക് ശേഷമുള്ള കൃത്യമായി അല്ലാഹുവിനു മാത്രമറിയാവുന്ന സമുദായങ്ങളുടെയും വാർത്ത. അവരിലേക്കുള്ള നമ്മുടെ ദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി
അവരുടെ അടുത്തു ചെന്നു. അപ്പോഴവർ കൈവിരലുകൾ തങ്ങളുടെ തന്നെ വായിൽ തിരുകിക്കയറ്റി. എന്നിട്ടിങ്ങനെ പറഞ്ഞു: ഏതൊരു സന്ദേശവുമായാണോ നിങ്ങളെ അയച്ചിരിക്കുന്നത്, അതിനെ ഞങ്ങളിതാ കള്ളമാക്കി തള്ളുന്നു. ഏതൊന്നിലേക്കാണോ ഞങ്ങളെ നിങ്ങൾ വിളിക്കുന്നത്, അതേപ്പറ്റി ഞങ്ങൾ ആശങ്കാപൂർണമായ സംശയത്തിലാണ്. قالت رسلهم أفي الله شك فاطر السماوات والأرض يدعوكم ليغفر لكم من ذنوبكم ويؤخركم إلى أجل مسمى قالوا إن أنتم إلا بشر مثلنا تريدون أن تصدونا عما كان يعبد آباؤنا فأتونا بسلطان مبين. അവർക്കുള്ള പ്രവാചകന്മാർ പറഞ്ഞു: ആകാശഭൂമികളുടെ സ്രഷ്ടാവായ അല്ലാഹുവിന്റെ കാര്യത്തിലാണോ നിങ്ങൾക്ക് സംശയം? അറിയുക, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാനും നിശ്ചിത അവധി വരെ നിങ്ങൾക്ക് അവസരം നീട്ടിത്തരാനുമായി അവൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ആ ജനം പറഞ്ഞു: നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ മാത്രമാണ്. ഞങ്ങളുടെ പിതാക്കൾ പൂജിച്ചിരുന്നവയിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനാൽ വ്യക്തമായ എന്തെങ്കിലും തെളിവ് കൊണ്ടുവരൂ. قالت لهم رسلهم إن نحن إلا بشر مثلكم ولكن الله يمن على من يشاء من عباده وما كان لنا أن نأتيكم بسلطان إلا بإذن الله وعلى الله فليتوكل المؤمنون. അവർക്കുള്ള പ്രവാചകന്മാർ അവരോട് പറഞ്ഞു: ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള മനുഷ്യർ മാത്രമാണ്. എന്നാൽ അല്ലാഹു തന്റെ ദാസന്മാരിൽ താൻ ഇച്ഛിക്കുന്നവരെ പ്രത്യേകം അനുഗ്രഹിക്കുന്നു. ദൈവഹിതമനുസരിച്ചല്ലാതെ നിങ്ങൾക്ക് ഒരു തെളിവും കൊണ്ടുവന്നു തരാൻ ഞങ്ങൾക്കാവില്ല. വിശ്വാസികൾ അല്ലാഹുവിലാണ് ഭരമേൽപ്പിക്കേണ്ടത്. وما لنا ألا نتوكل على الله وقد هدانا سبلنا ولنصبرن على ما آذيتمونا وعلى الله فليتوكل المتوكلون. ഞങ്ങൾ എന്തിന് അല്ലാഹുവിൽ ഭരമേൽപ്പിക്കാതിരിക്കണം? ഞങ്ങളെ അവൻ ഞങ്ങൾക്കാവശ്യമായ നേർവഴിയിലാക്കിയിരിക്കുന്നു. നിങ്ങൾ ഞങ്ങൾക്കേൽപ്പിച്ചു തരുന്ന ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുക തന്നെ ചെയ്യും. ഭരമേൽപ്പിക്കുന്നവരൊക്കെയും അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ. وقال الذين كفروا لرسلهم لنخرجنكم من أرضنا أو لتعودن في ملتنا فأوحى إليهم ربهم لنهلكن الظالمين. സത്യനിഷേധികൾ തങ്ങളുടെ ദേവദൂതന്മാരോട് പറഞ്ഞു: നിങ്ങളെ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് തന്നെ തിരിച്ചു വരണം. അപ്പോൾ അവരുടെ നാഥൻ അവർക്ക് ബോധനം നൽകി: ഈ അക്രമികളെ നാം നശിപ്പിക്കുക തന്നെ ചെയ്യും. وَلَنُسْكِنَنَّكُمُ الْأَرْضَ مِنْ بَعْدِهِمْ ذَلِكَ لِمَنْ خَافَ مَقَامِي وَخَافَ وَعِيدِ. അവർക്ക് ശേഷം നിങ്ങളെ നാം ഈ നാട്ടിൽ താമസിപ്പിക്കും. വിധിദിനത്തിൽ എന്റെ സന്നിധാനത്തെ ഭയപ്പെടുകയും എന്റെ താക്കീതിനെ പേടിക്കുകയും ചെയ്യുന്നവർക്കുള്ള ഔദാര്യമാണിത്. واستفتحوا وخاب كل جبار عنيد. ആ ദേവദൂതന്മാർ വിജയത്തിനായി പ്രാർത്ഥിച്ചു.
ധിക്കാരികളായ സ്വേച്ഛാധിപതികളൊക്കെ തോറ്റമ്പി. മിൻ വറാഇഹി ജഹന്നമു വയുസ്ഖാ മിൻ മാഇൻ സദീദ്. ഇതിനു പിന്നാലെ കത്തിയെരിയുന്ന നരകത്തീയുണ്ട്. ചോരയും ചലവും ചേർന്ന നീരാണവിടെ കുടിക്കാൻ കിട്ടുക. യതജറഉഹു വലാ യകാദു യുസീഗുഹു വയഅതീഹിൽ മൗതു മിൻ കുല്ലി മകാനിൻ വമാ ഹുവ ബിമയ്യിത് വമിൻ വറാഇഹി അദാബുൻ ഗലീദ്. അത് കുടിച്ചിറക്കാൻ അവൻ ശ്രമിക്കും. എന്നാൽ വളരെ വിഷമിച്ച് അവൻ അത് തൊണ്ടയിൽ നിന്നിറക്കാനാവൂ. നാനാഭാഗത്തു നിന്നും മരണം അവന്റെ നേരെ വരും. എന്നാൽ ഒട്ടും മരിക്കുകയുമില്ല. ഇതിനു പിറകെ കഠിനമായ ശിക്ഷ വേറെയുമുണ്ട്. മസലുല്ലദീന കഫറൂ ബിറബ്ബിഹിം أعمالهم كرماد اشتدت به الريح في يوم عاصف لا يقدرون مما كسبوا على شيء ذلك هو الضلال البعيد. തങ്ങളുടെ നാഥനെ കള്ളമാക്കി തള്ളിയവരുടെ ഉദാഹരണമിതാ. അവരുടെ പ്രവർത്തനങ്ങൾ കൊടുങ്കാറ്റുള്ള നാളിൽ കാറ്റടിച്ചു പാറിപ്പോയ വെണ്ണീറു പോലെയാണ്. അവർ നേടിയതൊന്നും അവർക്ക് ഉപകരിക്കുകയില്ല. ഇതുതന്നെയാണ് അതിരുകളില്ലാത്ത വഴിക്കേട്. അലം തറ അന്നല്ലാഹ ഖലഖസ് സമാവാതി വൽ അർദ ബിൽ ഹഖ് ഇൻ യശഅ യുദ്ഹിബ്കും വയഅതി ബിഖൽഖിൻ ജദീദ് വമാ ദാലിക അലല്ലാഹി ബിഅസീസ്. വളരെ കൃത്യതയോടെ അല്ലാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചത് നീ കാണുന്നില്ലേ? അവൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നിങ്ങളെ തുടച്ചുമാറ്റി പകരം പുതിയ സൃഷ്ടികളെ അവൻ കൊണ്ടുവരും. അല്ലാഹുവിനിതൊട്ടും പ്രയാസകരമല്ല. وبرزوا لله جميعا فقال الضعفاء للذين استكبروا إنا كنا لكم تبعا فهل أنتم مغنون عنا من عذاب الله من شيء قالوا لو هدانا الله لهديناكم سواء علينا أجزعنا أم صبرنا ما لنا من محيص. അവരെല്ലാവരും അല്ലാഹുവിങ്കൽ മറയില്ലാതെ പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഈ ലോകത്ത് ദുർബലരായിരുന്നവർ അഹങ്കരിച്ചു കഴിഞ്ഞിരുന്നവരോട് പറയും, തീർച്ചയായും ഞങ്ങൾ നിങ്ങളുടെ അനുയായികളായിരുന്നുവല്ലോ. അതിനാൽ ഇപ്പോൾ അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഇളവ് ഉണ്ടാക്കിത്തരുമോ? അവർ പറയും, അല്ലാഹു ഞങ്ങൾക്ക് വല്ല രക്ഷാമാർഗവും കാണിച്ചു തന്നിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കും രക്ഷാമാർഗം കാണിച്ചു തരുമായിരുന്നു. ഇനി നാം വെപ്രാളപ്പെടുന്നതും ക്ഷമ പാലിക്കുന്നതും സമമാണ്. നമുക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല. وقال الشيطان لما قضي الأمر إن الله وعدكم وعد الحق ووعدتكم فأخلفتكم وما كان لي عليكم من سلطان إلا أن دعوتكم فاستجبتم لي فلا تلوموني ولوموا أنفسكم ما أنا بمصرخكم وما أنتم بمصرخي إني كفرت بما أشركتمون من قبل
إن الظالمين لهم عذاب أليم. വിധി തീർപ്പുണ്ടായിക്കഴിഞ്ഞാൽ പിശാച് പറയും, അല്ലാഹു നിങ്ങൾക്ക് സത്യമായ വാഗ്ദാനമാണ് നൽകിയത്. ഞാനും നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരുന്നു, പക്ഷേ ഞാൻ അത് ലംഘിച്ചു. എനിക്ക് നിങ്ങളുടെ മേൽ ഒരധികാരവുമുണ്ടായിരുന്നില്ല. ഞാൻ നിങ്ങളെ ക്ഷണിച്ചുവെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി. അതിനാൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തേണ്ട, നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി. എനിക്ക് നിങ്ങളെ രക്ഷിക്കാനാവില്ല, നിങ്ങൾക്ക് എന്നെയും രക്ഷിക്കാനാവില്ല. നേരത്തെ നിങ്ങൾ എന്നെ അല്ലാഹുവിന് പങ്കാളിയാക്കിയിരുന്നതിനെ ഞാനിതാ നിഷേധിക്കുന്നു. തീർച്ചയായും അക്രമികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. وَأُدْخِلَ الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ جَنَّاتٍ تَجْرِي مِن تَحْتِهَا الْأَنْهَارُ خَالِدِينَ فيها بإذن ربهم تحيتهم فيها سلام. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ താഴ്ഭാഗത്തൂടെ ആറുകളൊഴുകുന്ന സ്വർഗീയാരാമങ്ങളിൽ പ്രവേശിക്കും. തങ്ങളുടെ നാഥന്റെ ഹിതമനുസരിച്ച് അവരവിടെ നിത്യവാസികളായിരിക്കും. അവിടെ അവരുടെ അഭിവാദ്യം സലാം, സമാധാനം എന്നായിരിക്കും. ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء. ഉത്തമവചനത്തിന് അല്ലാഹു നൽകിയ ഉദാഹരണം എങ്ങനെയെന്ന് നീ കാണുന്നില്ലേ? അത് നല്ല ഒരു മരം പോലെയാണ്. അതിന്റെ വേരുകൾ ഭൂമിയിൽ ആണ്ടിറങ്ങിയിരിക്കുന്നു. ശാഖകൾ അന്തരീക്ഷത്തിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്നു. തുഅ്തീ ഉകുലഹാ കുല്ല ഹീനിൻ ബിഇസ്നി റബ്ബിഹാ വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. എല്ലാ കാലത്തും അത് അതിന്റെ നാഥന്റെ അനുമതിയോടെ ഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു ജനങ്ങൾക്ക് ഉപമകൾ വിശദീകരിച്ചു കൊടുക്കുന്നു, അവർ ചിന്തിച്ചറിയാൻ. وَمَثَلُ كَلِمَةٍ خَبِيثَةٍ كَشَجَرَةٍ خَبِيثَةٍ اجْتُثَّتْ مِنْ فَوْقِ الْأَرْضِ مَا لَهَا مِنْ قَرَارٍ. ചീത്ത വചനത്തിന്റെ ഉപമ ഒരു ക്ഷുദ്രവൃക്ഷത്തിന്റേതാണ്. ഭൂതലത്തിൽ നിന്ന് അത് വേരോടെ പിഴുതെറിയപ്പെട്ടിരിക്കുന്നു. അതിനെ ഉറപ്പിച്ചു നിർത്തുന്ന ഒന്നുമില്ല. യുസബ്ബിതു അല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി الثابിതി ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറഹ വയുദില്ലു അല്ലാഹു الظالمين ويفعل الله ما يشاء. സത്യവിശ്വാസം സ്വീകരിച്ചവർക്ക് അല്ലാഹു സുസ്ഥിരമായ വചനത്താൽ സ്ഥൈര്യം നൽകുന്നു, ഇഹലോക ജീവിതത്തിലും പരലോകത്തും. അക്രമികളെ അല്ലാഹു വഴികേടിലാക്കുന്നു. അല്ലാഹു അവനിച്ഛിക്കുന്നതെന്തും ചെയ്യുന്നു. അലം തറ ഇലല്ലദീന ബദ്ദലൂ നിഅമതല്ലാഹി കുഫ്റൻ വഅഹല്ലൂ ഖൗമഹും ദാറൽ ബവാർ ജഹന്നമ യസ്ലൗനഹാ വബിഅ്സൽ ഖറാർ. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാത്തവരെ നീ കണ്ടില്ലേ? അവർ തങ്ങളുടെ ജനതയെ നാശത്തിന്റെ താവളത്തിലേക്ക് തള്ളിയിട്ടു, അഥവാ നരകത്തീയിലേക്ക്. അവരതിൽ കത്തിയെരിയും. അതെത്ര ചീത്ത താവളം. وَجَعَلُوا لِلَّهِ أَندَادًا لِيُضِلُّوا عَن سَبِيلِهِ قُلْ
تمتعوا فإن مصيركم إلى النار. അവർ അല്ലാഹുവിന് ചില സമന്മാരെ സങ്കൽപ്പിച്ചു വെച്ചിരിക്കുന്നു, അവന്റെ മാർഗത്തിൽ നിന്ന് ജനത്തെ തെറ്റിക്കാൻ. പറയുക, നിങ്ങൾ സുഖിച്ചോളൂ, തീർച്ചയായും നിങ്ങളുടെ മടക്കം നരകത്തീയിലേക്കാണ്. قل لعبادي الذين آمنوا يقيموا الصلاة وينفقوا مما رزقناهم سرا وعلانية من قبل أن يأتي يوم لا بيع فيه ولا خلال. സത്യവിശ്വാസം സ്വീകരിച്ച എന്റെ ദാസന്മാരോട് പറയുക, കൊള്ളക്കൊടുക്കകളും ചങ്ങാത്തവും ഉപകാരപ്പെടാത്ത ദിനം വന്നെത്തും മുമ്പേ അവർ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കട്ടെ. നാം അവർക്ക് നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്യട്ടെ. الله الذي خلق السماوات والأرض وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم وسخر لكم الفلك لتجري في البحر بأمره وسخر لكم الأنهار. അല്ലാഹുവാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ. അവൻ മാനത്ത് നിന്ന് മഴ പെയ്യിച്ചു, അതുവഴി നിങ്ങൾക്ക് ആഹരിക്കാൻ കായ്ക്കനികൾ ഉൽപ്പാദിപ്പിച്ചു. ദൈവനിശ്ചയപ്രകാരം സമുദ്രത്തിൽ സഞ്ചരിക്കാൻ നിങ്ങൾക്ക് അവൻ കപ്പലുകൾ അധീനപ്പെടുത്തി തന്നു. നദികളെയും അവൻ നിങ്ങൾക്ക് വിധേയമാക്കി. وسخر لكم الشمس والقمر دائبين وسخر لكم الليل والنهار. നിരന്തരം ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യചന്ദ്രന്മാരെയും അവൻ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നു. രാപ്പകലുകളെയും നിങ്ങൾക്ക് വിധേയമാക്കി. وآتاكم من كل ما سألتموه وإن تعدوا نعمة الله لا تحصوها إن الإنسان لظلوم كفار. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ അവൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അല്ലാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എണ്ണിക്കണക്കാക്കാനാവില്ല. തീർച്ചയായും മനുഷ്യൻ കടുത്ത അക്രമിയും വളരെ നന്ദി കെട്ടവനും തന്നെ. وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَذَا الْبَلَدَ آمِنًا وَاجْنُبْنِي وَبَنِيَّ أَن نَّعْبُدَ الْأَصْنَامَ. ഇബ്രാഹിം പറഞ്ഞ സന്ദർഭം, എന്റെ നാഥ, നീ ഈ നാടിനെ നിർഭയത്വമുള്ളതാക്കണമേ. എന്നെയും എന്റെ മക്കളെയും വിഗ്രഹപൂജയിൽ നിന്നകറ്റി നിർത്തണമേ. رب إنهن أضللن كثيرا من الناس فمن تبعني فإنه مني ومن عصاني فإنك غفور رحيم. എന്റെ നാഥ, ഈ വിഗ്രഹങ്ങൾ ഏറെ പേരെ വഴികേടിലാക്കിയിരിക്കുന്നു. അതിനാൽ എന്നെ പിന്തുടരുന്നവൻ എന്റെ ആളാണ്. ആരെങ്കിലും എന്നെ ധിക്കരിക്കുന്നുവെങ്കിൽ നാഥ, നീ ഏറെ പൊറുക്കുന്നവനും ദയാപരനുമല്ലോ. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون.
ഞങ്ങളുടെ നാഥ, എന്റെ മക്കളിൽ ചിലരെ കൃഷിയില്ലാത്ത ഈ താഴ്വരയിൽ നിന്റെ ആദരണീയ മന്ദിരത്തിനടുത്ത് ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാഥ, അവർ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കാനാണത്. അതിനാൽ നീ ജനമനസ്സുകളിൽ അവരോട് അടുപ്പമുണ്ടാക്കണമേ. അവർക്ക് ആഹാരമായി കായ്കനികൾ നൽകണമേ. അവർ നന്ദി കാണിച്ചേക്കാം. ربنا إنك تعلم ما نخفي وما نعلن وما يخفى على الله من شيء في الأرض ولا في السماء. ഞങ്ങളുടെ നാഥ, ഞങ്ങൾ മറച്ചുവെക്കുന്നതും തെളിയിച്ചു കാണിക്കുന്നതുമെല്ലാം നീ അറിയുന്നു. അല്ലാഹുവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നതായി ഒന്നുമില്ല, ഭൂമിയിലും ആകാശത്തും. അൽഹംദുലില്ലാഹില്ലദീ വഹബ ലീ അലൽ കിബരി ഇസ്മാഈല വഇസ്ഹാഖ് ഇന്ന റബ്ബീ ലസമീഉദ് ദുആ. വയസ്സുകാലത്ത് എനിക്ക് ഇസ്മായിലിനെയും ഇസ്ഹാക്കിനെയും സമ്മാനിച്ച അല്ലാഹുവിന് സ്തുതി. തീർച്ചയായും എന്റെ നാഥൻ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയ്യതി റബ്ബനാ വതഖബ്ബൽ ദുആ. എന്റെ നാഥ, എന്നെ നീ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുന്നവനാക്കണമേ. എന്റെ മക്കളിൽ നിന്നും അത്തരക്കാരെ ഉണ്ടാക്കണമേ. ഞങ്ങളുടെ നാഥ, എന്റെ ഈ പ്രാർത്ഥന നീ സ്വീകരിച്ചാലും. റബ്ബനഗ്ഫിർ ലീ വലിവാലിദയ്യ വലിൽമുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. ഞങ്ങളുടെ നാഥ, വിചാരണ നാളിൽ നീ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മാപ്പേകണമേ. ولا تحسبن الله غافلا عما يعمل الظالمون إنما يؤخرهم ليوم تشخص فيه الأبصار. അക്രമികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി അല്ലാഹു അശ്രദ്ധനാണെന്ന് നിങ്ങൾ കരുതരുത്. അവൻ അവരെ കണ്ണുകൾ തുറിച്ചു പോകുന്ന ഒരു നാളിലേക്ക് പിന്തിച്ചിടുന്നുവെന്നേയുള്ളൂ. മുഹ്തിഈന മുഖ്നിഈ റൂസിഹിം ലാ യർതദ്ദു ഇലൈഹിം തർഫുഹും വഅഫ്ഇദതുഹും ഹവാ. അന്ന് അവർ പരിഭ്രാന്തരായി തല പൊക്കിപ്പിടിച്ച് പാഞ്ഞടുക്കും. അവരുടെ തുറിച്ച ദൃഷ്ടികൾ അവരിലേക്ക് മടങ്ങുകയില്ല. അവരുടെ ഹൃദയങ്ങൾ ശൂന്യമായിരിക്കും. وأنذر الناس يوم يأتيهم العذاب فيقول الذين ظلموا ربنا أخرنا إلى أجل قريب نجب دعوتك ونتبع الرسل أولم تكونوا أقسمتم من قبل ما لكم من زوال. ജനത്തിന് ശിക്ഷ വന്നെത്തുന്ന ദിവസത്തെ സംബന്ധിച്ച് നീ അവരെ താക്കീത് ചെയ്യുക. അതിക്രമം പ്രവർത്തിച്ചവർ അപ്പോൾ പറയും, ഞങ്ങളുടെ നാഥ, അടുത്ത ഒരവധി വരെ ഞങ്ങൾക്ക് നീ അവസരം നൽകണമേ. എങ്കിൽ നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകാം. നിന്റെ ദൂതന്മാരെ പിന്തുടരുകയും ചെയ്യാം. അവർക്കുള്ള മറുപടി ഇതായിരിക്കും, ഞങ്ങൾക്കൊരു മാറ്റവും ഉണ്ടാവുകയില്ലെന്ന് നേരത്തെ ആണയിട്ട് പറഞ്ഞിരുന്നില്ലേ നിങ്ങൾ? വസകൻതും ഫീ മസാകിനില്ലദീന ളലമൂ അൻഫുസഹും وتبين لكم كيف فعلنا بهم وضربنا لكم الأمثال. തങ്ങളോട് തന്നെ അതിക്രമം കാണിച്ച ഒരു ജനവിഭാഗത്തിന്റെ പാർപ്പിടങ്ങളിലാണല്ലോ നിങ്ങൾ താമസിച്ചിരുന്നത്. അവരെ നാം എന്തു ചെയ്തുവെന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കു നാം വ്യക്തമായ ഉപമകൾ വഴി
കാര്യം വിശദീകരിച്ചു തന്നിട്ടുമുണ്ട്. وَقَدْ مَكَرُوا مَكْرَهُمْ وَعِندَ اللَّهِ مَكْرُهُمْ وَإِنْ كَانَ مَكْرُهُمْ لِتَزُولَ مِنْهُ الْجِبَالُ. അവർ തങ്ങളുടെ കൗശലം പരമാവധി പ്രയോഗിച്ചു. എന്നാൽ അവർക്കെതിരിലുള്ള കൗശലം അല്ലാഹുവിങ്കലുണ്ട്. അവരുടെ കുതന്ത്രം പർവ്വതങ്ങളെ പിഴുതുമാറ്റാൻ പോന്നതാണെങ്കിലും فَلَا تَحْسَبَنَّ اللَّهَ مُخْلِفَ وَعْدِهِ رُسُلَهُ إِنَّ اللَّهَ عَزِيزٌ ذُو انْتِقَامٍ. അല്ലാഹു തന്റെ ദൂതന്മാർക്ക് നൽകിയ വാഗ്ദാനം ലംഘിക്കുമെന്ന് നീ ഒരിക്കലും കരുതരുത്. തീർച്ചയായും അല്ലാഹു പ്രതാപിയാണ്, പ്രതികാര നടപടി സ്വീകരിക്കുന്നവനും. يَوْمَ تُبَدَّلُ الْأَرْضُ غَيْرَ الْأَرْضِ وَالسَّمَاوَاتُ وَبَرَزُوا لِلَّهِ الْوَاحِدِ الْقَهَّارِ. ഈ ഭൂമി ഒരു നാൾ ഭൂമിയല്ലാതായിത്തീരും, ആകാശങ്ങളും അവയല്ലാതായി മാറും. ഏകനും എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്നവനുമായ അല്ലാഹുവിന്റെ മുന്നിൽ അവർ മറയില്ലാതെ പ്രത്യക്ഷപ്പെടും. وَتَرَى الْمُجْرِمِينَ يَوْمَئِذٍ مُقَرَّنِينَ فِي الْأَصْفَادِ. അന്ന് കുറ്റവാളികളെ നിനക്കു കാണാം, അവർ ചങ്ങലകളിൽ പരസ്പരം ബന്ധിക്കപ്പെട്ടവരായിരിക്കും. سرابيلهم من قطران وتغشى وجوههم النار. അവരുടെ കുപ്പായങ്ങൾ കട്ടിത്താറുകൊണ്ടുള്ളവയായിരിക്കും, തീനാളങ്ങൾ അവരുടെ മുഖങ്ങളെ പൊതിയും. ليجزي الله كل نفس ما كسبت إن الله سريع الحساب. എല്ലാ ഓരോരുത്തർക്കും അവർ സമ്പാദിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു നൽകാൻ വേണ്ടിയാണിത്. അല്ലാഹു അതിവേഗം കണക്കുനോക്കുന്നവനാണ്, തീർച്ച. هذا بلاغ للناس ولينذروا به وليعلموا أنما هو إله واحد وليذكر أولو الألباب. ഇത് മുഴുവൻ മനുഷ്യർക്കുമുള്ള സന്ദേശമാണ്. ഇതിലൂടെ അവർക്ക് മുന്നറിയിപ്പ് നൽകാൻ അവൻ ഏകനായ ദൈവം മാത്രമാണെന്ന് അവരറിയാൻ വിചാരശാലികൾ